അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വബഅദ്. നമ്മൾ ഇന്ന് വളരെ പ്രസക്തമായ ഒരു ടോപ്പിക്കിലാണ് ഡിബേറ്റ് നടത്താനിരിക്കുന്നത്. അഥവാ സെക്യുലറിസം, ഡെമോക്രസി, ഇത് രണ്ടും ഇസ്ലാമിൻ്റെ ആശയങ്ങളുമായി പൊരുത്തപ്പെടുന്നതാണോ അല്ലേ എന്ന ടോപ്പിക്കാണ്. സ്വാഭാവികമായിട്ടും ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത് ഒരു ദൈവിക നിയമമാണ്. ജനാധിപത്യമാകുമ്പോൾ അവിടെ ജനങ്ങൾക്കാണ്, മാൻമെയ്ഡ് റൂൾസ് ആണ് എന്ന അടിസ്ഥാന വ്യത്യാസം ഉണ്ടായിരിക്കെ തന്നെയാണ് നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഇസ്ലാമിൽ ഷൂറുണ്ട്, അല്ലെങ്കിൽ മദീന ചാർട്ടർ നമ്മുടെ മുമ്പിലുണ്ട്. അങ്ങനെ ജനാധിപത്യത്തിന്റെ വാല്യൂസ്, ജനാധിപത്യത്തിന്റെ മൂല്യങ്ങൾ, ഈക്വാലിറ്റി ആണെങ്കിലും അല്ലെങ്കിൽ അത്തരം നീതിബോധവും സത്യസന്ധതയും ഇതൊക്കെ ഉണ്ടായിരിക്കെ, പിന്നെ ഇപ്പോൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കേരളത്തിലെ ഹിജാബ് വിവാദം ഉൾപ്പെടെ അതൊരു മതനിരാസത്തിലേക്ക് നീങ്ങുന്ന ഒരു രീതി ഇന്ന് കണ്ടുവരുന്നുണ്ടോ ഇല്ലേ? അവിടെ ഇപ്പോൾ ആ വിഷയത്തിൽ നമ്മളെ ഏറ്റവും വേദനാജനകമായ ഒരു പ്രസ്താവന, ആ കുട്ടി ശിരോവസ്ത്രം ധരിക്കുന്നത് അത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമായി പോയി എന്നതാണ്. അപ്പൊ അത് സെക്യുലറിസം കോയിൻ ചെയ്യുന്ന, അല്ലെങ്കിൽ അത് മുന്നോട്ട് വെക്കുന്ന, പ്രൊമോട്ട് ചെയ്യുന്ന ആശയങ്ങളെ അർത്ഥത്തിൽ തന്നെ ഉൾക്കൊള്ളുന്ന രീതിയിൽ നിന്ന് മാറിയിട്ടുണ്ടോ ഇല്ലേ എന്നതും ഇവിടെ ചർച്ച ചെയ്യുന്നുണ്ട്. ഏതായാലും നമ്മൾ ഇവിടെ ഇസ്ലാമിന്റെ ആശയവുമായി പൊരുത്തപ്പെടുന്നുണ്ട് എന്ന് വാദിക്കുന്നവർ ഈ പക്ഷമാണ്. ഇസ്മായിൽ, ഹിഷാം, മിൻഹാസ്. അതുപോലെ ആശയവുമായി പൊരുത്തപ്പെടുന്നില്ല, രണ്ട് റൂട്ടിലൂടെയാണ് സഞ്ചരിക്കുന്നത് എന്ന് വാദിക്കുന്നവർ ലെഫ്റ്റ് സൈഡിലുള്ള ജാസിം, അർഷദ്, നിസ്മൽ എന്ന വിഭാഗം ആളുകളാണ്. എല്ലാവരെയും ഈ സംവാദത്തിലേക്ക്, ഡിബേറ്റിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇതിൻ്റെ ഒരു രീതി നമ്മൾ നിശ്ചയിക്കുന്നത് ഒരു 2 മിനിറ്റ് എല്ലാവരും ഇതിന് അവരുടെ ആ ഒരു ആമുഖ സംഭാഷണം നടത്തുക. അതിനുശേഷം പിന്നെ ഓപ്പൺ ഡിസ്കഷനാണ്, ഡിബേറ്റ് ആണ്. അതിൽ എല്ലാവരും സജീവമായി ഇടപെടുക. പിന്നെ അതിനുശേഷം ഒരു മിനിറ്റ്, 1-15 മിനിറ്റ് എല്ലാവരും കൺക്ലൂഡിങ് സെഷന് നമുക്കുണ്ടാകും. അപ്പോൾ എല്ലാവരെയും ഒരിക്കലും കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. പിന്നെ ആദ്യമായി സെക്യുലറിസം, ഡെമോക്രസി അത് ഇസ്ലാമിന്റെ ഐഡിയോളജിയുമായി പൊരുത്തപ്പെടുന്നുണ്ട് എന്ന് വാദിക്കുന്ന ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുക. സ്വാഭാവികമായിട്ടും രണ്ടാമത്തെ സെക്ഷനിൽ അടുത്ത ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഭാഗത്ത് നിന്നായിരിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വഅഹ്ലി ബൈത്തിഹി വസ്വഹ്ബിഹി വസല്ലം. ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം ജനാധിപത്യം, അതുപോലെ തന്നെ മതേതരത്വം ഇസ്ലാമിക മൂല്യങ്ങളുമായി പൊരുത്തപ്പെടുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതാണ്. ആദ്യമായിക്കൊണ്ട് എന്താണ് മതേതരത്വം, അതുപോലെ തന്നെ എന്താണ് ജനാധിപത്യം എന്ന് നമ്മൾ മനസ്സിലാക്കുന്നിടത്താണ് ഈ ചർച്ചയുടെ ആരംഭം കുറിക്കുന്നത്. മതേതരത്വത്തെക്കുറിച്ചിട്ട് അല്ലെങ്കിൽ സെക്യുലറിസത്തെക്കുറിച്ചിട്ട് 1949 കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലി സ്പീച്ചിൽ നമ്മുടെ പ്രഥമ ഭരണഘടനാ ശില്പിയായിട്ടുള്ള ഡോക്ടർ BR അംബേദ്കർ പറയുന്നത് നമുക്ക് കൃത്യമായി ഇന്നും രേഖയാണ്. അദ്ദേഹം പറയുന്നത് സെക്യുലറിസം മീൻസ് ട്രീറ്റിംഗ് ഓൾ റിലീജിയൻ ഈസ് ഈക്വലി ആൻഡ് ഗിവിംഗ് ഫെയർനെസ് ടു എവരിവൺ എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് എല്ലാ മതവിഭാഗങ്ങൾക്കും തുല്യ പരിഗണന നൽകിക്കൊണ്ട് ഒരു സമൂഹത്തിൽ ജീവിക്കുക എന്നുള്ള അതിൻ്റെ അന്തസ്സത്തയായിട്ട് വരുന്നത്. അപ്പോൾ ഇതാണ് മതേതരത്വം എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നതാണ്. എന്നാൽ നമുക്ക് പ്രവാചക ജീവിതത്തിലും അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തങ്ങളുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന മുസ്ലിങ്ങൾ മറ്റു അമുസ്ലിങ്ങളോട് ഇടപെട്ട രീതിയെല്ലാം പരിഗണിക്കുന്ന സമയത്ത് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഇസ്ലാം മതേതരത്വവും അതുപോലെ തന്നെ ജനാധിപത്യം ഒരുപാട് പുലർത്തി വന്നതാണ് എന്നുള്ളത്. ഈ മതേതരത്വം അല്ലെങ്കിൽ സെക്യുലറിസം എന്നുള്ളതിൻ്റെ ഉത്ഭവമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് തീർച്ചയായും 1851 വന്നിട്ടുള്ള ജോർജ് ജേക്കബ് ഹോളിയോക്ക് എന്ന് പറയുന്ന പണ്ഡിറ്റ്, അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു വാദമാണ് ഈ സെക്യുലറിസം എന്നുള്ളത്. എന്നാൽ ഇസ്ലാമിക സമൂഹം നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് 1500 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇസ്ലാം മതേതര ചിന്താഗതിയുമായി മുന്നോട്ട് വന്നിട്ടുണ്ട് എന്നുള്ളത് നമ്മുടെ മുന്നിൽ ഉള്ള മദീന ചാർട്ടർ അടങ്ങുന്ന മറ്റു എല്ലാ കാര്യങ്ങളും നമ്മുടെ മുന്നിലുള്ള ഇപ്പോഴുമുള്ള ഉദാഹരണങ്ങളാണ്. അപ്പോൾ അതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കുന്നത് ഇസ്ലാമിൽ അത്തരത്തിൽ മതേതരത്വം എന്നുള്ളൊരു കാഴ്ചപ്പാട് പിൽക്കാലങ്ങളിലൊന്നും ഉയർന്നു വരാത്തതിൻ്റെ കാരണമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇസ്ലാമിൻ അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചത് മുതൽ അത് മതേതരത്വത്തെ പ്രോത്സാഹിപ്പിക്കുന്നു, ജനാധിപത്യത്തെ നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിക്കുന്നു എന്നതുകൊണ്ടാണ്. ആ
സാഹചര്യം നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് റോമൻ എംപയേഴ്സ് അല്ലെങ്കിൽ റോമൻ കാത്തലിക് ചർച്ചിൻ്റെ ഇൻഫ്ലുവൻസ് കാരണം പല സയൻറ്റിസ്റ്റ് അല്ലെങ്കിൽ ശാസ്ത്രജ്ഞന്മാർക്കും ആ നാട് വിട്ട് പോവേണ്ടി വന്നു എന്നുള്ളതും വാസ്തവമായിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ ഗലീലിയോ ഗലീലി എന്ന് പറയുന്ന അദ്ദേഹം ഇത്തരത്തിൽ വാദം അദ്ദേഹത്തിൻ്റെ ഹീലിയോസെൻട്രിസം എന്ന് പറയുന്ന വാദം വന്ന സമയത്ത് അദ്ദേഹത്തിന് വീട്ടുതടങ്കലൊക്കെ എടുക്കുന്ന ആ സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു കാര്യം ഇസ്ലാമിൽ ഇല്ല എന്നതുകൊണ്ട് തന്നെ ഇസ്ലാം മതേതരത്വത്തെ പൂർണ്ണമായും പ്രോത്സാഹിപ്പിക്കുന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മതേതരത്വം ജനാധിപത്യം ഇസ്ലാമിക തത്വങ്ങളുമായി പൊരുത്തപ്പെടുന്നുണ്ടെന്നത് നമുക്ക് കാണാൻ സാധ്യമാണ്. ഇസ്ലാമിൽ സമത്വവും നീതിയും കൂടിയാലോചന സിസ്റ്റവും മുസാവാത്തും നമുക്ക് ഇസ്ലാമിന്റെ മൂല്യങ്ങളാണ്. ഇവ തന്നെയാണ് ജനാധിപത്യത്തിന്റെയും മതേതരത്വത്തിന്റെയും മൂല്യങ്ങൾ. അതുകൊണ്ട് ഈ സംവിധാനം ഇസ്ലാമിക മൂല്യങ്ങളുമായും സഹജീവനം ചെയ്യുന്നു. സെയിം അവസ്ഥയാണ് ജനാധിപത്യത്തിനും മതേതരത്വത്തിനും. ആദ്യമായി സെക്യുലറിസം എടുത്തു നോക്കുകയാണെങ്കിൽ സെപ്പറേഷൻ ഓഫ് റിലീജിയൻ ഫ്രം സ്റ്റേറ്റ് അഫയേഴ്സ് എന്നാണ്. അതായത് ശരിയായ അർത്ഥത്തിൽ സെക്യുലറിസം മതവിരുദ്ധതയല്ല, മറിച്ച് എല്ലാ മതങ്ങളെയും നിഷ്പക്ഷമായി സ്വീകരിക്കുക എന്നതാണ് സെക്യുലറിസം നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത്. അതായത് നമ്മുടെ ഭരണഘടനയിൽ 1972 പ്രാബല്യത്തിൽ വരുമ്പോൾ 42ാം ഭേദഗതിയായിട്ട് പറയുന്നുണ്ട് റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ. ഓരോരുത്തർക്ക് അവരുടെ മത അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും വെച്ച് ജീവിക്കാനുള്ള റൈറ്റ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന തന്നെ നമുക്ക് അവകാശം തരുന്നുണ്ട്. ഇനി ജനാധിപത്യം എടുത്തു നോക്കുകയാണെങ്കിൽ നമ്മുടെ ജനാധിപത്യ മൂല്യങ്ങളും ഇസ്ലാമിക മൂല്യങ്ങളും തുല്യ നയത്തിലാണ് പോകുന്നത്. വിശുദ്ധ ഖുർആനിൽ തന്നെ പറയുന്നുണ്ട് വല്ലദീന സജാബു ലിറബ്ബിഹിം വഅഖാമു സ്വലാത്ത വഅംറുഹും ശൂറാ ബൈനഹും. നിങ്ങൾ കൂടിയാലോചന നടത്തുക എന്നുള്ളതാണ്. അപ്പോൾ ഈ രാജ്യത്ത് നടക്കുന്നതും ജനാധിപത്യ മൂല്യവും വിശുദ്ധ ഖുർആനിൽ എത്രയോ കാലങ്ങൾക്ക് 1500 വർഷങ്ങൾക്ക് മുമ്പ് വിശുദ്ധ ഖുർആനിൽ ഉണർത്തുന്നുണ്ട് ജനാധിപത്യ മൂല്യങ്ങളെ. ഇത് തന്നെ ഡോക്ടർ മൗലാന അബ്ദുൽ കലാം ആസാദും അല്ലാമ ഇക്ബാലും പറയുന്നുണ്ട് ഇസ്ലാമിന്റെ ആദ്യ രാഷ്ട്രീയ രൂപമാണ് ഇന്ന് കാലത്തുള്ള ജനാധിപത്യം എന്ന് മൗലാന അബ്ദുൽ കലാം ആസാദും ഡോക്ടർ അല്ലാമ ഇക്ബാലും പറയുന്നുണ്ട്. ഇതിനൊക്കെ അനുകൂലിച്ചും നമുക്കറിയാം നമ്മുടെ ഇസ്ലാമിക രാജ്യങ്ങളായ ഇന്തോനേഷ്യ, മലേഷ്യ, തുനീഷ്യ ഈ രാജ്യങ്ങളിലൊക്കെ ഒരു 90% അധികവും മുസ്ലിംസ് ആയിട്ട് പോലും അവിടെ എല്ലാവരെയും സ്വീകരിക്കുന്നത്, എല്ലാവരെയും അഭിപ്രായം അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു കൾച്ചറാണ് നമുക്ക് കാണാൻ സാധ്യമാകുന്നത്. കൂടുതലായി വിഷയത്തിലേക്ക് കടക്കാം. ഇൻഷാ അല്ലാഹ് സംവാദകനിലേക്ക് മൈക്ക് കൈമാറുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. മതേതരത്വം ജനാധിപത്യം ഇവ രണ്ടും ഇസ്ലാമിക മൂല്യങ്ങളുമായി പൊരുത്തപ്പെടുന്നുണ്ടോ എന്ന ഒരു സംവാദത്തിലാണ് ഞാൻ ഇന്ന് ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. സുഹൃത്ത് പറഞ്ഞു വെച്ചു ഏകദേശം 1800കളിലാണ് സെക്കുലറിസം അഥവാ മതേതരത്വം എന്നുള്ള ഒരു വേർഡ് കടന്നു വന്നിട്ടുള്ളത്. എന്നാൽ ഇസ്ലാമിക ചരിത്രത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ഏകദേശം 1500 വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഇസ്ലാമിക ചരിത്രത്തിൽ മതേതരത്വം എന്നുള്ള വേർഡ് ഇല്ല എന്നേ ഉള്ളൂ. ഇതെല്ലാം ഓൾറെഡി ഇസ്ലാമിക ചരിത്രത്തിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഡെമോക്രസിയുടെ കാര്യത്തിലാണെങ്കിലും ഇത്തരത്തിൽ തന്നെയാണ്. അമേരിക്കയുടെ 16ാമത് പ്രസിഡന്റ് എബ്രഹാം ലിങ്കൺ പറഞ്ഞു ഗവൺമെന്റ് ഓഫ് ദി പീപ്പിൾ ബൈ ദി പീപ്പിൾ ഫോർ ദി പീപ്പിൾ എന്ന്. അഥവാ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങൾ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു സംവിധാനമാണ് ജനാധിപത്യം എന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചിട്ടുള്ളത്. ഇസ്ലാമിക ചരിത്രത്തിൽ നോക്കുകയാണെങ്കിൽ ഷൂറ സംവിധാനം അതും ഇതുപോലെ തന്നെയാണ്. ജനങ്ങളുടെ എല്ലാവരുടെയും ഒരു അഭിപ്രായം മാനിച്ചുകൊണ്ട് തന്നെയാണ് ഈ സംവിധാനത്തിലൂടെയാണ് ഷൂറ സംവിധാനത്തിലൂടെ തന്നെയാണ് അവിടെ ഖലീഫമാരെയും മറ്റും തിരഞ്ഞെടുക്കുന്നത്. ഇസ്ലാമിക ചരിത്രത്തിലെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് ഹിജ്റ പോയതിനു ശേഷം അവിടുത്തെ എല്ലാ വിശ്വാസികളെയും യഹൂദരെയും മറ്റു ഗോത്രക്കാരെയും എല്ലാവരെയും ഒരു ഉമ്മത്ത് എന്നുള്ള രീതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് സമാധാനം, ഉത്തരവാദിത്വം, സഹവർത്തിത്വം എന്നെല്ലാം ആശയം വെച്ചുകൊണ്ട് തന്നെ ഒരു ഉടമ്പടി, മദീന ചാർട്ടർ എന്ന് പറയുന്ന ഒന്ന് ഉണ്ടാക്കിയെടുത്തു. അത് തന്നെയാണ് ഏറ്റവും വലിയ ഉദാഹരണം. ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്ക് ചർച്ചയിലേക്ക് കിടക്കാം.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട മോഡറേറ്റർ, മറ്റു സഹസംവാദകരെ, അപ്പോൾ മതേതരത്വം എന്നുള്ള വാക്കിൽ നമ്മൾ നോക്കുന്ന സമയത്ത് തന്നെ മതം ഇതരമായത് എന്നുള്ളതാണ്. അപ്പോൾ ഇസ്ലാം എന്നുള്ളതല്ല മറ്റൊരു മതവും എന്ത് ചെയ്യുന്നില്ല, മതേതരത്വമായിട്ട് യോജിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ യൂറോപ്പും അമേരിക്ക ഒക്കെയാണ് മതേതരത്തെ കൊണ്ടുവന്നത്. അപ്പോൾ ജോർജ് ജോക്കബ് ഹോളിയോക്കാണ് ആദ്യമായിട്ട് സെക്യുലറിസം എന്നുള്ള പദം യൂസ് ചെയ്തത്. പക്ഷേ നമ്മൾ വർഷങ്ങൾക്ക് മുമ്പ് റാബിത്ത ഇസ്ലാമിയ അവരെന്താണ് അൽമാനിയ വൽ ഇസ്ലാം എന്നുള്ള ഒരു സിമ്പോസിയത്തിൽ അവർ ഇത് ചർച്ച ചെയ്യുന്ന സമയത്ത് അവർ അതിൻ്റെ ഡെഫിനിഷനായിട്ട് ഫസ്റ്റ് പറയുന്നത് ആലമിയ എന്നുള്ളതാണ്. ഭൗതികതയാണ് ഇതിലൂടെ എന്താണ് കടന്നുകൂടുന്നത്. രണ്ടാമതായി പറയുന്നത് അല്ലാ ദീനിയ എന്നുള്ളതാണ്, ദീനില്ല എന്നുള്ളതാണ്. മൂന്നാമതായി നോക്കുമ്പോൾ ഫസ്ലു ദീനി അനി ദൗല വൽ ഹയ, ജീവിതത്തിൽ നിന്ന് എന്താണ് രാഷ്ട്രത്തെയും മതത്തെയും വേർപിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇതിന്റെ ഡെഫിനിഷൻ നോക്കുകയാണെങ്കിൽ തന്നെ എന്താണ് ഒരു ചലനം ഉണ്ടാകുന്നത് അതെന്താണ്, ദൈവവിശ്വാസികൾ എന്താണ് ആഖിറത്തിൽ എന്താണ് അവരുടെ ചിന്തകളെ തൊട്ട് തെറ്റിക്കുന്നതാണ്. അപ്പോൾ കേവലം ഒരിക്കലും എന്താവുന്നില്ല, ഇത് മതത്തോട് ഇസ്ലാമിനോട് എന്ത് ചെയ്യുന്നില്ല, ഒരിക്കലും പൊരുത്തപ്പെടുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ യൂസുഫുൽ ഖർലാവി എന്നുള്ള പണ്ഡിതനെ നോക്കുകയാണെങ്കിൽ അദ്ദേഹം ഇതിന്റെ ഒരു ഫത്വയിൽ പറയുന്നുണ്ട്. ഫത്വ നമുക്ക് ഇപ്പോഴും അവൈലബിൾ ആയി കിട്ടും. അപ്പോൾ അതിൽ അവസാനം പറയുന്ന എന്താണ്, ഹദാ ബിൻ നിസ്ബത്തിൽ ഇസ്ലാമി മുസ്തഹീലും എന്നതാണ്. അതായത് ഇസ്ലാമിനോട് ചേർക്കുന്ന സമയത്ത് എന്താണ് ഒരിക്കലും എന്താവുന്നില്ല, യോജിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ മതേതരത്തിന്റെ വിഷയം പറയുമ്പോഴും ജനാധിപത്യത്തിന്റെ വിഷയം പറയുകയാണെങ്കിൽ എന്താണ്, ജനാധിപത്യം ജനങ്ങൾ എന്താണ് അവരുടെ രാഷ്ട്രീയം, അവരുടെ സ്വത്വബോധങ്ങൾ, അവരുടെ അവകാശങ്ങളും കാര്യങ്ങളൊക്കെ നേടിയെടുക്കുന്നതിലൂടെ അവരുടേതായ ആധിപത്യമാണ് ഇതിലൊക്കെ സ്ഥാപിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇസ്ലാം ഒരു വിധത്തിലും എന്ത് ചെയ്യില്ല, ഈ വിഷയവുമായിട്ട് പൊരുത്തപ്പെടുന്നില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. മതേതരത്വവും ജനാധിപത്യവും ഇസ്ലാമിക തത്വങ്ങളോട് പൊരുത്തപ്പെടുന്നില്ല എന്ന വിഷയത്തിൽ സംസാരിക്കുമ്പോൾ തീർത്തും നമ്മൾ മതേതരത്വ ഡെഫിനിഷൻ്റെ ഉറവിടങ്ങളിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കേണ്ടി വരും. ഒരുപക്ഷെ വെസ്റ്റേണിൽ നിന്ന് ഉത്ഭവിച്ച മതേതരത്വം, സെക്യുലറിസം എന്ന ആ ആശയം, അതിൻ്റെ ഡെഫിനിഷൻ എടുത്തു നോക്കുകയാണെങ്കിൽ, അതിൻ്റെ ഉറവിട പശ്ചാത്തലം എടുത്തു നോക്കുകയാണെങ്കിൽ അതിൽ സ്റ്റേറ്റ് മതത്തിൻ്റെ കാര്യങ്ങളിൽ കൂടുതൽ ഇടപെട്ടതായിട്ടും അതിനെ തുടർന്ന് യുദ്ധങ്ങളും അക്രമങ്ങളും എല്ലാം നടന്നതായിട്ടുള്ള കാണാൻ സാധിക്കും. അതിനെ തുടർന്ന് കംപ്ലീറ്റ് സെപ്പറേഷനാണ് അവിടെ കാണിച്ചത്. അഥവാ ഒരു എൻ്റയർ സെപ്പറേഷൻ കൊണ്ടുവന്നിട്ട് ഒരു തീർത്തും വ്യത്യസ്തമായി ഇസ്ലാമിൻ്റെ പെർസ്പെക്റ്റീവ് പറയുമ്പോൾ ഇസ്ലാം മതം ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഇടപെട്ടുകൊണ്ട്, അത് വ്യക്തിയുടെ താല്പര്യങ്ങളിലായാലും സാമൂഹികതയിലായാലും രാഷ്ട്രീയത്തിലായാലും എല്ലാ ഭരണഘടനയിലും ആയാലും എല്ലാത്തിലും ഇസ്ലാം പൂർണ്ണമായിട്ട് ഇടപെടുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ അവിടെ തന്നെ നമുക്ക് ആ വൈരുദ്ധ്യം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. മാത്രമല്ല ഇനി ഇന്ത്യൻ ഡെഫിനിഷനിലേക്ക് വരുമ്പോൾ അവിടെ ട്രീറ്റ്സ് ആൾ റിലീജിയൻ ഈക്വലി എന്ന് പറയുമ്പോൾ തന്നെ ഇസ്ലാമിക പെർസ്പെക്റ്റീവിൽ അത് നമുക്ക് അംഗീകരിക്കാൻ സാധ്യമാണെന്ന് നമുക്ക് സ്വയം ചോദിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഖുർആനിൽ സൂക്തത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന ദീൻ ഇൻദല്ലാഹിൽ ഇസ്ലാം എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതിനെ തുടർന്ന് അള്ളാഹുവിൻ്റെ അടുക്കൽ ഇസ്ലാം മതം മാത്രമാണ് സ്വീകാര്യത എന്ന് പറയുമ്പോൾ തന്നെ അതിനെ ബാക്കിയുള്ള മതങ്ങളെല്ലാം പാപരാണ് നമുക്ക് കാണാൻ സാധിക്കും ഖുർആനിൽ. അങ്ങനെയാണെങ്കിൽ ഇത് എങ്ങനെയാണ് ട്രീറ്റ് ഈക്വലി എന്ന് പറയുന്നതിനോട് നമുക്ക് എല്ലാ മതങ്ങളെയും ഒരുപോലെ കാണണമെന്ന് പറയുന്ന ഒരു സംവിധിയോട് എങ്ങനെയാണ് ഇസ്ലാമിക പെർസ്പെക്റ്റീവിൽ നിന്നിട്ട് നമുക്ക് യോജിക്കാൻ കഴിയുക എന്നുള്ളതാണ്, പൊരുത്തപ്പെടുന്നില്ല എന്നുള്ളതിൽ നമുക്ക് എത്തിച്ചേരാൻ കഴിയുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ടവരെ, മതേതരത്വം ജനാധിപത്യം ഇസ്ലാമിക തത്വങ്ങളുമായി പൊരുത്തപ്പെടുന്നുണ്ടോ എന്നൊരു ചർച്ചയിലാണ് നാം ഉടനീളമുള്ളത്. സെക്യുലറിസം ആദ്യമായി എടുത്തു നോക്കിയാൽ തന്നെ നമുക്ക് ഇതിൻ്റെ പ്രാരംഭത്തെ ചരിത്രത്തിലേക്ക് തന്നെ നാം കടക്കേണ്ടതായിട്ടുണ്ട്. ഇതിൻ്റെ ചരിത്ര പശ്ചാത്തലം എടുത്തു നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഉത്ഭവം എന്നുള്ളത് ഫ്രാൻസിൽ 1851 ജോർജ് ഹോളിയോക്ക് എന്ന ചിന്തകനിലൂടെയാണ് ഈ ഒരു പദം ആദ്യമായിട്ട് ഉത്ഭവിക്കുന്നത്. ഇതിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലം നോക്കിക്കാണുന്നത് മതത്തെയും അതുപോലെ സ്റ്റേറ്റിനെയും വേർതിരിക്കുക എന്നുള്ള ഈ ഒരു
രീതിയാണ്. ജോർജ് ഹോളിയോക്ക് അദ്ദേഹത്തിന്റെ പുസ്തകത്തിലൂടെ ഇംഗ്ലീഷ് സെക്കുലറിസം എ കോൺഫെഷൻ ഓഫ് ബിലീഫ് എന്ന പുസ്തകത്തിലൂടെ അദ്ദേഹം പറയുന്നുണ്ട് കംപ്ലീറ്റ് സെപ്പറേഷൻ ഓഫ് സ്റ്റേറ്റ് ഫ്രം റിലീജിയൻ എന്ന ഈ ഒരു വാദത്തിന് തന്നെ നമുക്ക് മനസ്സിലാകാം ഇസ്ലാമും അതുപോലെ തന്നെ മറ്റു മതക്കാരും ഈ മതങ്ങളും അതുപോലെ തന്നെ സ്റ്റേറ്റും തമ്മിൽ ഒരു ബന്ധവുമില്ല എന്ന രീതിയിലാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇപ്പോ ഇതിന്റെ ചരിത്രം നോക്കുകയാണെങ്കിൽ തന്നെ ഈ ഒരു സെക്കുലറിസം എന്ന ഈ ഒരു സിദ്ധാന്തം ഈ ഒരു പ്രസ്താവനയൊക്കെ വരുന്നതിന്റെ കാരണം എന്നുള്ളത് അന്നത്തെ കാലത്തൊക്കെ ക്രിസ്ത്യാനിറ്റിയുടെ അതുപോലെ തന്നെ കത്തോലിക്ക സഭയുടെ ഒക്കെ ഒരു ഓവർ ഡൊമിനൻസ് കാരണം, മതത്തിന്റെ ഓവർ ഡൊമിനൻസ് കാരണം അവിടുത്തെ ജനങ്ങൾ നിരവധി അതിനെതിരെയുള്ള നിരവധി പ്രസ്താവനകളൊക്കെ വരുമ്പോൾ ഇതിനെതിരെയുള്ള ഏത് നിയമങ്ങൾ, അതായത് ക്രിസ്ത്യാനിറ്റിയുടെയും അതുപോലെ തന്നെ മതത്തിന്റെയും ഒക്കെ നിയമങ്ങൾ അനുസൃതമായിട്ടാണ് ഈ ഒരു പ്രസ്താവനകൾക്ക് വരുന്നത് മതത്തിന്റെ ഓവർ ഡൊമിനൻസ് കാരണം. അപ്പോൾ ഇതിന്റെ ഉദാഹരണമാണ് ഗലീലിയോ ഗലി, അതായത് ഗീലിയോ സെൻട്രിക് എന്ന ഈ വാദത്തിന്റെ പ്രകാരമായിട്ടാണ് ഗലീലിയോ ഗലീലിയെ അദ്ദേഹത്തിന്റെ വീട്ടുതടങ്കലിലേക്ക് ആക്കുന്നത്. ഈ ഒരു സംഭവത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇതിന്റെയൊക്കെ ഈ ഒരു സെക്കുലറിസം എന്ന ഈ ഒരു സംഭവം തന്നെ തുടങ്ങുന്നത് മതനിരാസത്തിലേക്കാണ് പോകുന്നത്. അപ്പൊ ഇത് തന്നെയാണ് ഇസ്ലാമിന്റെ ഇസ്ലാമിന്റെ ഈ ഒരു കേസ് എടുത്ത് നോക്കുകയാണെങ്കിലും മതവും അതുപോലെ തന്നെ സ്റ്റേറ്റും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അപ്പോ ഇത് നമുക്ക് വെച്ച് നോക്കുമ്പോൾ തന്നെ മതവും അതുപോലെ തന്നെ ഇസ്ലാമും മതേതരത്വവും ജനാധിപത്യവും തന്നെ ഒരു തരത്തിലും പൊരുത്തപ്പെടുന്നില്ല എന്ന രീതിയിലാണ് നമ്മൾ എത്തിപ്പെടുന്നത്. ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്ക് ഇൻഷാ അല്ലാഹ് ചർച്ച ചെയ്യാം. ഇപ്പോൾ മതേതരത്വം പറയുന്ന സമയത്ത് ഇപ്പോൾ ഇൻട്രൊഡക്ഷനിലൊക്കെ നമ്മൾ ഒരുപാട് കേട്ടു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദീനയിലെ ചാർട്ടറൊക്കെ. അപ്പോൾ നമ്മൾ ഇതൊക്കെ നോക്കുന്ന സമയത്ത് ഇതല്ലാതെയും മറ്റു സംഭവങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, മുമ്പ് നടന്നിട്ടുണ്ട്. ഹിൽഫത്തുൽ ഫുദൂലൊക്കെ പോലെയുള്ള സംഭവങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, മുന്നേ നടന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊരു കേവലം അന്നത്തെ ഒരു രാജ്യത്തിലേക്ക് കടക്കുമ്പോൾ ഉള്ള കുറച്ച് പ്രൊസീജിയേഴ്സ് എന്നുള്ള മാതിരി ഒരു ഉടമ്പടി എന്ന രീതിയിൽ മാത്രമേ നമുക്ക് കാണാൻ കഴിയുള്ളൂ. ഒരിക്കലും ഇസ്ലാം അത് കൊണ്ടുവന്നോണ്ട് ഇസ്ലാം അത് കൊണ്ടുവന്നു അത് മറ്റുള്ള ഫോളോ ചെയ്യുന്ന നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ നമ്മൾ ഇപ്പോഴത്തെ കാലത്ത് എന്താണ് മുസ്ലിം ഭൂരിപക്ഷമുള്ള രാജ്യങ്ങൾ എടുത്തു നോക്കുന്ന സമയത്ത് ഒരുപാട് രാജ്യങ്ങളുണ്ട്. അതിലിപ്പോ തുർക്കി നമ്മൾ നോക്കുകയാണെങ്കിൽ, തുർക്കിയുടെ ചരിത്രം നോക്കുകയാണെങ്കിൽ 1924 മുസ്തഫ കെമാൽ അതാതുർക്കിന്റെ നേതൃത്വത്തിൽ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, ഇസ്ലാമിക ഭരണം അവിടെ അവസാനിപ്പിച്ചിട്ട് പാശ്ചാത്യ നിയമങ്ങൾ കൊണ്ടുവരികയാണ്. എത്രത്തോളം എന്ന് പറഞ്ഞാല് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പോലും പൊതു ഇടങ്ങളിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഹിജാബ് ഇടുക എന്നുള്ള വിഷയം എന്ത് ചെയ്യുന്നുണ്ട്, അതുപോലും അദ്ദേഹം നിയന്ത്രണം ഏർപ്പെടുത്തുന്നുണ്ട്. ഒരു ഇസ്ലാമിക രാജ്യങ്ങളിൽ അപ്പോ അങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റൂല, ഇസ്ലാമിന് ഇതുമായിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, പൊരുത്തപ്പെടാൻ പറ്റില്ല എന്നുള്ളതാണ് പറയാൻ. ഇപ്പോൾ ഇവിടെ സുഹൃത്ത് ഉന്നയിച്ചത് പ്രധാനമായ രണ്ട് വാദങ്ങളാണ്. അദ്ദേഹം പറഞ്ഞത് മുസ്തഫ കമാൽ അത്താതുർക്കിൻ്റെ കാര്യമാണ് രണ്ടാമതായി പറഞ്ഞത്. അതിൽ സെക്കുലറിസം എന്നുള്ളതിൻ്റെ നിർവചനമായപ്പോൾ സഹസംവാദകരായ നിങ്ങൾ തന്നെ പറഞ്ഞത് സെപ്പറേഷൻ ഓഫ് സ്റ്റേറ്റ് ഫ്രം റിലീജിയൻ എന്നാണ്. അതിൽ എവിടെയാണ് മതനിരാസം എന്നുള്ളത് വരുന്നത് എന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ടില്ല. നമുക്ക് കൃത്യമായി നിർവചനം നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവിടെ കംപ്ലീറ്റ് സെപ്പറേഷൻ ഓഫ് സ്റ്റേറ്റ് ഫ്രം റിലീജിയൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ഒരിക്കലും മതനിരാസമല്ല, സ്റ്റേറ്റിൽ നിന്ന് റിലീജിയൻ വിട്ടു നിൽക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഈ മുസ്തഫ കമാൽ അത്താതുർക്ക് എന്നവർ ചെയ്തിട്ടുള്ളത് അദ്ദേഹം കൃത്യമായ മതനിരാസമാണ് അവിടെ നടത്തിയിട്ടുള്ളത്. ഒരിക്കലും സെക്കുലറിസ്റ്റ് കൺട്രി എന്നുള്ള രീതിയിൽ അദ്ദേഹം മുന്നോട്ട് വെച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കില്ല. സെക്കുലറിസം എന്നത് നടപ്പാവണം എന്നുണ്ടെങ്കിൽ മതങ്ങൾ തമ്മിൽ സെപ്പറേഷൻ ചെയ്യണം എന്നതാണ് ഒരു നിർവചനം പറയുന്നത്. ആ നിർവചനം വെച്ചിട്ട് അദ്ദേഹം ഇത് ചെയ്തിരിക്കുകയാണെങ്കിൽ കൂടി തന്നെയും അദ്ദേഹം ചെയ്തിട്ടുള്ള മതനിരാസം എന്നുള്ളത് ഒരിക്കലും സെക്കുലറിസത്തിന്റെ ഭാഗമാണ് എന്ന് നമുക്കൊരിക്കലും പറയാൻ കഴിയില്ല എന്നുള്ളതാണ്. ആദ്യമായി അദ്ദേഹം ചോദിച്ചത് മദീന കരാറിന് മുമ്പ് തന്നെ പല ഉടമ്പടികളും ഉണ്ടായിരുന്നല്ലോ എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. ഉണ്ടായിരുന്നു എന്നതുകൊണ്ട് അത് മതേതരത്വപരമായും ജനാധിപത്യപരമായും നമ്മൾ അംഗീകരിച്ചു. അതുകൊണ്ട് ഇസ്ലാം ഒരിക്കലും മതേതരത്തെയും ജനാധിപത്യത്തെയും പൊരുത്തപ്പെടുന്നില്ല എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല. കാരണം നമ്മുടെ വിഷയം വരുന്നത് ജനാധിപത്യവും മതേതരത്വവുമായി ഇസ്ലാം പൊരുത്തപ്പെടുന്നുണ്ടോ എന്നുള്ളത് കൊണ്ടാണ്. മറ്റേത് ഉടമ്പടികൾ പൊരുത്തപ്പെട്ടോട്ടെ ഇല്ലാതിരുന്നോട്ടെ, എന്നിരുന്നാൽ പോലും ഇസ്ലാം പൊരുത്തപ്പെടുന്നില്ല എന്ന് നമുക്ക് എങ്ങനെയാണ് പറയാൻ കഴിയുന്നത്? ഇസ്ലാം കൃത്യമായി 1500 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ കൃത്യമായ മതേതര ചിന്താഗതികൾ ഈ സമൂഹത്തിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ട് മതേതര കാഴ്ചപ്പാടുകൾ മുസ്ലിങ്ങളെ പഠിപ്പിച്ചുകൊണ്ട് ആ രീതിയിലാണ് ഭരണകൂടങ്ങൾ കടന്നു പോയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇസ്ലാം പൂർണ്ണമായും ജനാധിപത്യപരവും മതേതരത്വപരവുമാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. സുഹൃത്ത് പറഞ്ഞതിൽ ഇപ്പോൾ ഡെഫിനിഷന്റെ കാര്യം പറഞ്ഞു. ഇപ്പോൾ നമ്മൾ
ഇന്നത്തെ കാലത്ത് നോക്കുകയാണെങ്കിൽ ഒരു പ്രൊഡക്റ്റ് തന്നെ വ്യത്യസ്ത ലാബിൽ നമുക്ക് ഇറക്കാൻ കഴിയും. പക്ഷെ ഇതിലൊക്കെ എന്താണ് വിഷയം പറയുന്ന സ്ഥലത്ത് എന്താണ് ഇതിന്റെ സത്ത ഇതിന്റെ മാഹിയത്തൊക്കെ എന്താണ് ഒരു സംഭവം തന്നെയാണ്. ലാബിൽ മാറുന്നതിനനുസരിച്ച് എന്തില്ല വിഷയം മാറുന്നില്ല, സാധനം മാറുന്നില്ല. അപ്പൊ എന്താണ് ഇതില് അവരുടെ വ്യക്തികൾക്കനുസരിച്ച് സ്വയ താല്പര്യങ്ങൾക്കനുസരിച്ചൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് മതനിരാസം മറ്റും കയറി വരുന്നുണ്ട് എന്നല്ല ഞങ്ങൾ പറഞ്ഞത്. അപ്പൊ അതൊരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, എതിർക്കാൻ പറ്റില്ല. മതനിരാസം കയറി വരുന്നുണ്ട് എന്നുള്ളതാണ് പറഞ്ഞത്. ഓക്കെ, അവിടെ തന്നെ വാദം കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട്. അതായത് പല ചിന്താഗതികളും സെക്കുലറിസത്തിലേക്ക് കയറി വരുന്നത് കൊണ്ട് അത് സെക്കുലറിസമായി മാറുന്നില്ല. അപ്പോൾ നമ്മുടെ പല ഇസ്ലാമിക ചിന്താഗതി തന്നെ എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇവിടെ നാട്ടിൽ റിബ, അതൊരിക്കലും അങ്ങനെയല്ല. പലിശ എന്ന് പറയുന്നത് വാക്കുകളിൽ മാത്രമല്ലല്ലോ, ഈ പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളിലാണല്ലോ നമ്മൾ ഈ സെക്കുലറിസം ഈ നോക്കുന്നത്. വാദം ഒന്ന് പരിഗണിച്ചോട്ടെ. അപ്പോൾ പല പേരിട്ട് വിളിച്ചത് കൊണ്ട് അത് സെക്കുലറിസം ആകുന്നില്ല. മതനിരാസത കയറി വരുന്നുണ്ടായിരിക്കാം. ഇപ്പം ഇന്ത്യൻ ഭരണഘടനയിലെ പ്രിയാമ്പിളിൽ സെക്കുലർ എന്നുള്ള പദം ഉൾപ്പെടുത്തുന്ന സമയത്ത്, അല്ലെങ്കിൽ അതിനു മുമ്പ് ഡോക്ടർ BR അംബേദ്കർ നിർദ്ദേശിച്ചത് ഭരണഘടനാപരമായിട്ടുള്ള കാര്യമാണ്. അതൊരിക്കലും ഒരു സിറ്റിസൺ എന്തില്ല നിഷേധിക്കാൻ കഴിയില്ല. ഒരു രാജ്യത്തിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷനാണ് നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. അതിൽ കൃത്യമായി പറയുന്നുണ്ട് എന്ത് ഈക്വൽ എല്ലാ മതങ്ങൾക്കും തുല്യമായ പരിഗണന നൽകുക. അതാണ് ഇന്ത്യൻ സെക്കുലറിസം. സുഹൃത്ത് പറഞ്ഞത് ഇപ്പോൾ എത്തിക്കൽ സെക്കുലറിസം ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ഫ്രാൻസിൽ ഉറവെടുത്തിട്ടുള്ള സെക്കുലറിസം, അത് പൂർണ്ണമായ മതനിരാസം. അപ്പോൾ കൃത്യമായി അദ്ദേഹം മതനിരാസത്തെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലേക്കാണ് അവർ കടന്നുപോയത്. പക്ഷെ അതൊരിക്കലും നമ്മൾ പറയുന്ന സെക്കുലറിസത്തിനോട് നീതി പുലർത്തുന്നില്ല. സെക്കുലറിസം എന്നുള്ളത് ആ രണ്ട് നിർവചനങ്ങളാണ് കൃത്യമായി പറയുന്നത്. ഒന്ന് കംപ്ലീറ്റ് സെപ്പറേഷൻ ഫ്രം റിലീജിയൻ ഫ്രം സ്റ്റേറ്റ്, രണ്ടാമത് ഗിവിങ് ഓൾ ഈക്വൽ റൈറ്റ്സ് ടു ഓൾ റിലീജിയൻ എന്നുള്ള ഈ രണ്ട് ഡെഫിനേഷൻ എടുത്ത് നോക്കുകയാണെന്നെങ്കിലും ഏത് നിർവചനം നമ്മൾ പരിഗണിച്ചാലും ഇസ്ലാമിൻ്റെ ജനാധിപത്യ മതനിരപേക്ഷത സിദ്ധാന്തത്തിന് ഒരിക്കലും എതിരാവുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കേവലം വാക്കുകളിൽ മാത്രമാണ് ഈ ഒരു സെക്കുലറിസം ഒതുങ്ങിക്കൂടിയത്. അത് പ്രാക്ടിക്കൽ വശത്ത് നോക്കുകയാണെങ്കിൽ തീർത്തും അത് നിരാസത്തിലേക്ക് തന്നെയാണ് എത്തി നോക്കുന്നതാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ മുമ്പ് പറഞ്ഞ അതേ കാര്യം തന്നെയാണ് എനിക്ക് വീണ്ടും ഇവിടെ സൂചിപ്പിക്കാനുള്ളത്. ഇപ്പോൾ നമ്മുടെ ഇസ്ലാമിൽ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ പലിശ എന്ന് പറഞ്ഞൊരു സിസ്റ്റം ഉണ്ട്. അപ്പോൾ ഇസ്ലാമിൽ പറഞ്ഞ റിബ തന്നെയാണ് നമ്മുടെ ഇവിടെ നടക്കുന്നത് എന്നുള്ളത് നമുക്ക് ചോദിക്കേണ്ട കാര്യം. അപ്പോൾ പലിശ എന്ന് വിളിക്കുന്നത് കൊണ്ട് എല്ലാതും ഇസ്ലാമിൽ പരിഗണിക്കപ്പെടുന്ന റിബയാകുന്നില്ല. അത്തരത്തിൽ തന്നെയാണ് സെക്കുലറിസം. നിരാസം എന്നുള്ളത് അതിലേക്ക് കയറ്റേണ്ടത് പല വെസ്റ്റേൺ അജണ്ടയായിട്ട് മാത്രം നമ്മൾ കാണേണ്ട ഒരു കാര്യമാണ്. മുന്നോട്ട് വെക്കുന്ന സമയത്ത് തീർച്ചയായും അതിൽ എവിടെയും അത് നിരാസത നമുക്ക് കാണാൻ സാധിക്കില്ല. സ്റ്റേറ്റ് റിലീജിയനിൽ നിന്ന് വേർതിരിഞ്ഞ് നിൽക്കണം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ എന്താണ്, സ്റ്റേറ്റ് അവിടെയുണ്ട്, അതുപോലെ തന്നെ റിലീജിയൻ അവിടെയുണ്ട്. അതൊരു നിർവചനം. അതിലെവിടെയാണ് മതനിരാസം പ്രോത്സാഹിപ്പിക്കപ്പെടുന്നത്? അതുപോലെ തന്നെ എല്ലാ മതങ്ങൾക്കും തുല്യ അവകാശം നൽകണം എന്നുള്ള നിർവചനം എടുക്കുകയാണെങ്കിൽ തന്നെയും എല്ലാ മതങ്ങളും ഉണ്ടല്ലോ അവിടെ. അപ്പോൾ അതുകൊണ്ട് ഈ രണ്ട് നിർവചനം പരിഗണിച്ചാലും, ഇതിൻ്റെ പ്രഥമമായ രണ്ട് നിർവചനം പരിഗണിച്ചാലും എവിടെയും മതനിരാസത എന്നുള്ള ഒരു കാഴ്ചപ്പാട് കടന്നു വരുന്നില്ല. അത് ചില പ്രത്യേക ജനവിഭാഗം അവരുടെ സ്വതാല്പര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന കാര്യങ്ങളാണ്. ഈ ഡെഫിനിഷന്റെ തുടക്കത്തിൽ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഡെമോക്രസിയുടെ ഡെഫിനിഷൻ എടുത്തു നോക്കുമ്പോൾ ജനങ്ങൾക്ക് വേണ്ടി എന്നുള്ളൊരു സിസ്റ്റം നമുക്ക് കാണാൻ സാധിക്കും. അത് പൂർണ്ണമായിട്ടും പരമാധികാരം ജനങ്ങൾക്കാണ്. ജനങ്ങളുടെ ഒരു യുക്തിയും ചിന്തയും വെച്ചിട്ടാണ് നമുക്ക് അളക്കാൻ സാധിക്കുക. അങ്ങനെയാണെങ്കിൽ ഇസ്ലാമിക പെർസ്പെക്റ്റീവിൽ നേരെ ഓപ്പോസിറ്റാണ്. അഥവാ പരമാധികാരം അള്ളാഹുവിനാണ്. അള്ളാഹുവിൻ്റെ നിയമങ്ങൾ ശരീഅത്തനുസരിച്ച് മാത്രമേ മുന്നോട്ട് പോകാൻ സാധിക്കൂ, അതിൽ മാറ്റമില്ല എന്നൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അത് തീർത്തും വൈരുദ്ധ്യമായിട്ടും നമുക്ക് കാണാൻ സാധിക്കും. അവിടെ പൊരുത്തപ്പെടുന്നില്ല എന്നുള്ള രീതിയിലേക്കാണ് എത്തിച്ചേരുന്നത്. ഇതിന് വിവാദത്തോട് കൂടുതലായും ഇസ്ലാം പൊരുത്തപ്പെടുന്നത് നമുക്ക് കാണാം. ആദ്യമായി പ്രത്യക്ഷത്തിൽ കാണാൻ കഴിയില്ലെങ്കിലും പരസ്യത്തിൽ ഈ ഹദീസിന്റെ ആയങ്ങളിലേക്ക് പോയാൽ കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അലാ കുല്ലുക്കും റായിൻ വ കുല്ലുക്കും മസ്ഊലുൻ അൻ റഹിയത്തി. സഹീഹുൽ ബുഖാരിയിൽ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി നമുക്ക് കാണാം. നിങ്ങൾ ഓരോരുത്തരും മേൽനോട്ടക്കാരും, നിങ്ങൾ ഓരോരുത്തരും ഉത്തരവാദിത്വം ഉള്ളവരാണെന്ന് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. മറ്റൊന്ന്, അള്ളാഹുമായിട്ടുള്ള കരാറ് അത് ധാർമ്മികമായുള്ളതാണ്. മറിച്ച് ജനങ്ങളോടുള്ളത് അത് ഭരണപരമായും സാമൂഹികമായിട്ടുള്ളതാണ്. നാം മനസ്സിലാക്കേണ്ടത് ഇതിൽ പൂർണ്ണമായും അള്ളാഹുമായിട്ടുള്ള ഉത്തരവാദിത്വം അത് ധാർമ്മികപരമായിട്ടുള്ളതാണ്. മറിച്ച് ജനങ്ങളോടുള്ള ഉത്തരവാദിത്വം ഭരണപരമായിട്ടും സാമൂഹികപരമായിട്ടുള്ളതാണ്. ഇതോട് കൂട്ടിച്ചേർത്ത് എനിക്ക് പറയാനുള്ളത്,
നമുക്കറിയാം 1972 ഇന്ത്യ ഭരണഘടനയിൽ തന്നെ മതത്തിന് പരമാധികാരം കൊടുക്കുന്നു. ജനാധിപത്യ സിസ്റ്റവും ഇസ്ലാമിൽ മുമ്പ് കടന്നു പോയിട്ടുണ്ട്, ഇപ്പോൾ ഇസ്ലാമിലുണ്ട്. ഇൽഫുൽ ഫുദൂലും നമുക്ക് ഒരു ജനാധിപത്യ സിസ്റ്റം ആയിരുന്നു. അവർ കൂടിയിരുന്ന് എല്ലാ മതസ്ഥരെയും ക്രിസ്ത്യൻസിനെയും ഹിന്ദുസിനെയും എല്ലാവരും ഉൾപ്പെടുത്തിയിട്ടുള്ള ചർച്ചകളാണ് നടന്നത്. അതുപോലെ മദീന ചാർട്ടർ എടുത്തു നോക്കിയാലും ഇബ്നു ഇസ്ഹാഖ് ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട് സെക്കുലറിസത്തിനും ജനാധിപത്യത്തിനും സെക്കുലറിസത്തിനും ജനാധിപത്യത്തിനും പൊരുത്തപ്പെടുന്നുണ്ടെന്ന് ഇബ്നു ഇസ്ഹാഖ് ചരിത്രകാരനായ ഇബ്നു ഇസ്ഹാഖ് രേഖപ്പെടുത്തിയതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പിന്നെ ഇന്ന് കാലത്ത് നമുക്ക് കാണാം, നാം മുസ്ലിംസ് ആണ്, നമുക്കുള്ള അവകാശങ്ങൾ ഈ രാജ്യത്ത് ചെയ്യാൻ കഴിയുന്നു. നമുക്ക് ഇജാബ് ധരിക്കേണ്ടവർക്ക് ഇജാബ് ധരിക്കാൻ കഴിയുന്നു. തൊപ്പിട്ട് നടക്കുന്നത് തൊപ്പിട്ട് നടക്കാം. പക്ഷെ നിസ്കരിക്കേണ്ടവർക്ക് പബ്ലിക് സ്ഥലങ്ങളിൽ നിസ്കരിക്കേണ്ടവർക്ക് നിസ്കരിക്കാം. നമുക്ക് നമ്മുടെ മതാചാരപരമായിട്ടാണ് 5 വക്ത് നിസ്കാരത്തിന് ബാങ്ക് മുഴങ്ങുന്നത്. ഈ സമയത്ത് 5 വക്ത് സമയത്ത് ബാങ്ക് മുഴങ്ങുന്നു. അത് പക്ഷെ എല്ലാ മതസ്ഥരും കേൾക്കുന്നുണ്ട് രാജ്യത്ത്. ഇതാണ് ഇതിന് മതേതരത്വ രാജ്യമായിട്ട് നമുക്ക് കാണാൻ സാധ്യമാകും. മറ്റൊന്ന് ഓർമ്മപ്പെടുത്താനുള്ളത്, നമ്മുടെ ഇസ്ലാമിക രാജ്യ 90% ഇസ്ലാമിക രാജ്യങ്ങളായ ഇന്തോനേഷ്യയിൽ കാണാം ലോകത്തെ ഏറ്റവും വലിയ പള്ളിയായ, ലോകത്തെ 8ാമത്തെ ഏറ്റവും വലിയ പള്ളിയായ മസ്ജിദ് ഇസ്തിക്ലാലും അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് അവിടെ ഏറ്റവും വലിയ ചർച്ചാണ്. ആ ചർച്ചിന്റെയും ഈ മസ്ജിദ് ഇസ്തിക്ലാലിന്റെയും പാർക്കിംഗ് ഏരിയകൾ കാണണം. അതൊക്കെ രണ്ടു പേർക്കും ഒരേ സ്ഥലത്താണ് പാർക്കിംഗ്. ഇതൊക്കെ രാജ്യത്തിന്റെ നമ്മുടെ നാടിന്റെ മതേതരത്വത്തെ കാണിക്കാൻ കഴിയും. പിന്നെ വിശുദ്ധ ഖുർആനിൽ തന്നെ പറയുന്നുണ്ട്, നിങ്ങൾ കൂടിയാലോചന നടത്തുക എന്നുള്ളത് കാര്യങ്ങള്. ഈ ജനാധിപത്യത്തെ കുറിച്ച് പറയുന്ന സമയത്ത് നമ്മൾ ജനാധിപത്യം നോക്കുകയാണെങ്കിൽ ചെക്ക് ആൻഡ് ബാലൻസ് പറയുന്ന ഒരു നിയമം എന്ത് ചെയ്യുന്നുണ്ട്, ജനാധിപത്യത്തിൽ വരുന്നുണ്ട്. ഇപ്പൊ ഇസ്ലാമിന്റെ കാര്യത്തിൽ നോക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നില്ല, ആ സംഭവം നടക്കുന്നില്ല. നമ്മളിപ്പോ ഹക്കീക്കത്ത് ഡാനിയൽ ജൂന്റെ ഇതിലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്ന സംഭവമാണ് ചെക്ക് ആൻഡ് ബാലൻസ് എന്ന സംഭവം എന്ത് ചെയ്യുന്നുണ്ട്, ഇസ്ലാമിന്റെ കേസിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, നടക്കുന്നില്ല. 3 നീതിന്യായവും കാര്യനിർവഹണക്കാക്കി തിരിക്കുന്ന സമയത്ത് എന്താണ്, മുന്നേ ചെയ്ത നിയമങ്ങളെ പരിഗണിച്ചിട്ട് എന്ത് ചെയ്യാൻ കഴിയും, അവർക്ക് അതിനെന്ത് ചെയ്യും, മാറ്റി കൊണ്ടുവരാൻ കഴിയും. പക്ഷെ ഇസ്ലാമിൽ ഒരിക്കലും അത് നടക്കുന്നില്ല. അതുപോലെ തന്നെ അതിപ്പോ ഉദാഹരണം പറയാൻ അമേരിക്കയിലൊക്കെ എന്താണ്, അങ്ങനെ ഉള്ള പോലും എന്ത് ചെയ്യുന്നുണ്ട്, കോർപ്പറേറ്റുകളും മറ്റ് ഇൻഷുറൻസ് സ്ഥാപനങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൽ ഇടപെടുന്നുണ്ട്. അപ്പോൾ നമ്മള് വേറെ വിഷയം പറയാം, ഇന്ത്യയിലെ വിഷയം പറയുകയാണെങ്കിൽ ഇപ്പോ പാർലമെന്റ് മന്ദിരം പുതുതായിട്ട് ഉദ്ഘാടനം ചെയ്ത സമയത്ത് ഒരു മതേതര സെക്യുലറിസം എന്ന് പറയുന്ന സമയത്ത് എന്ത് ചെയ്യണം, അവര് 2021 മെയ് 8 ഉദ്ഘാടനം ചെയ്ത സമയത്ത് മുനികളെയും അതുപോലെ അവരുടേതായ കാര്യങ്ങൾ ശംഖോലുകളൊക്കെ സ്ഥാപിച്ചാണ് അത് ഉദ്ഘാടനം ചെയ്തത്. അതൊരു രാജ്യത്തിന്റെ എന്ന നിലയ്ക്ക് എന്താണ്, എല്ലാവരെയും പരിഗണിക്കേണ്ട ഒരു വിഷയമാണ്. പക്ഷെ എന്തുകൊണ്ട് അത് അങ്ങനെ വന്നു? അപ്പൊ ഒരിക്കലും എന്ത് ചെയ്യില്ല, ഇസ്ലാം എന്നല്ല വേറെ ഏത് മതം എടുക്കുകയാണെങ്കിലും എന്ത് ചെയ്യാൻ പറ്റില്ല, പൊരുത്തപ്പെടാൻ കഴിയില്ല ജനാധിപത്യത്തിന്റെ വിഷയത്തിൽ. ഇതിലിപ്പോ ആദ്യം പറഞ്ഞത് എനിക്ക് വ്യക്തമായിട്ടില്ല, ഞാൻ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. രണ്ടാമത് പറഞ്ഞത് ഇന്ത്യൻ ഭരണഘടനയിൽ ഇപ്പോൾ ഇന്ത്യൻ പാർലമെന്റിന്റെ ഉദ്ഘാടനത്തിന്റെ വിഷയമാണ് ഇപ്പോൾ സുഹൃത്ത് സംസാരിച്ചത്. തീർച്ചയായും ഞങ്ങൾ നിങ്ങളോട് ഒരുമിച്ച് പോവുകയാണ്. അതൊരിക്കലും മതേതരത്വത്തോട് പൊരുത്തപ്പെടുന്ന ഒരു കാര്യമല്ല. കാരണം മതേതര വിരുദ്ധമായിട്ടുള്ള കാര്യമാണ്. അത് ഞങ്ങൾ നിങ്ങളോട് കൂടുകയാണ്. പക്ഷേ അതുകൊണ്ട് എങ്ങനെയാണ് ഇസ്ലാം മതേതര വിരുദ്ധമാണെന്ന് പറയാൻ കഴിയുക? അത് ഒരു പ്രത്യേക മതവിഭാഗക്കാരെന്ത് ചെയ്യാണ്, അവർക്ക് മതേതര വിരുദ്ധമായിട്ട് അവർ മതേതരത്വം എന്ന പേരിൽ പ്രചരിപ്പിച്ചുകൊണ്ട് പല കാര്യങ്ങളും ചെയ്യുന്നതാണ്. ഇപ്പം സുഹൃത്ത് മുമ്പ് പറഞ്ഞതുപോലെ തന്നെ നിരാസം അതുപോലൊരു കാര്യമാണ്. മതേതരത്വം എന്ന് പറഞ്ഞാലുള്ള നിർവചനമാണ് നമ്മൾ പരിഗണിക്കുന്നത്. ആ നിർവചനത്തിൽ അധിഷ്ഠിതമായി എന്ത് കാര്യങ്ങൾ നിങ്ങൾ നോക്കുകയാണെന്നെങ്കിലും ഇസ്ലാമിക അനുകൂലമായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പിന്നെ ആദ്യമായി സംസാരിച്ചത് ഇസ്ലാമിക നിയമങ്ങൾ മാറ്റം വരുത്താൻ കഴിയില്ല, ഇസ്ലാം ഫിക്സ്ഡ് ആണെന്നുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ആ കാര്യം സംസാരിക്കാൻ കഴിയുക? കാരണം ഓരോ രാജ്യത്തിനും കൃത്യമായ ഭരണഘടന നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ ഇന്ത്യ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉണ്ട്. റൈറ്റ് ടു ഇക്വാലിറ്റി, റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ എന്നൊക്കെ പറയുന്ന, റൈറ്റ് ടു ഫ്രീഡം ഓഫ് ജസ്റ്റിസ് ഒക്കെ പറയുന്ന ധാരാളം ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉണ്ട്. അപ്പോൾ ഈ ഡോക്ടർ അംബേദ്കർ പറയുന്ന പ്രകാരം, അതല്ലെങ്കിൽ അംബേദ്കറിന്റെ വീക്ഷണം നമ്മൾ എടുക്കാതിരുന്നാൽ പോലും ഈ ഇന്ത്യയിലുള്ള ഭൂരിപക്ഷം ജനങ്ങളും റൈറ്റ് ടു ഫ്രീഡം ഇനി വേണ്ട എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ആ തീരുമാനം അമെൻഡ് ചെയ്യാനുള്ള അധികാരം നമുക്കുണ്ടോ? അതൊരിക്കലുമില്ല. അപ്രകാരം തന്നെയാണ് ഇസ്ലാമിന്റെ കാര്യം. ഇസ്ലാമിന്റെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള റൈറ്റ്സ് അതാണ് ഖുർആനും സുന്നത്തും എന്ന് പറയുന്നത്. അതിൽ ഒരു മനുഷ്യനും എത്ര ഭൂരിപക്ഷമായിട്ടുള്ള കാര്യം വന്നാലും അതൊരിക്കലും തിരുത്താൻ കഴിയില്ല. അതിനുശേഷമുള്ള പല കാര്യങ്ങൾക്കും പണ്ഡിതന്മാരുടെ ഏകാഭിപ്രായം, പ്രത്യേകിച്ച് റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്, എൻ്റെ സമൂഹം ഒരിക്കലും എന്ത് ചെയ്യില്ല, ഒരു കാര്യത്തിൽ വിഭിന്നാഭിപ്രായക്കാരാവില്ല എന്നുള്ളത് നമ്മുടെ മുന്നിലെ ഹദീസാണ്. അതുപോലെ ഖിയാസ്, മസ്ലഹത്ത്, അതുപോലെ തന്നെ പല കാര്യങ്ങളും, ഇസ്തിഹ്സാൻ പോലുള്ള പല ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ കാര്യങ്ങളൊക്കെ എന്താണ്, നമുക്ക് അതിൽ സമൂഹം
മാറ്റം വരുത്തിയിട്ടുമുണ്ട്. അതിന് മാറ്റം വരുത്തണം എന്നുള്ള പ്രോത്സാഹനമാണ് ഇസ്ലാം നൽകുന്നത്. പക്ഷേ കോൺസ്റ്റിറ്റ്യൂഷൻ, അതായത് ഫണ്ടമെന്റൽ റൈറ്റ്സിനെ പരിഗണിക്കുന്ന സമയത്ത് അത് ഏത് സെക്യുലർ എന്ന് കൊട്ടിയാഘോഷിക്കുന്ന ഏത് രാജ്യമാണെങ്കിൽ പോലും അവരുടെ ഭരണഘടന വിരുദ്ധമായിട്ടുള്ള കാര്യം ചെയ്യാൻ ഭൂരിപക്ഷം സമൂഹം അംഗീകരിച്ചാലും അവരെന്ത് ചെയ്യുന്നില്ല, അംഗീകരിക്കുന്ന കാര്യമല്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെ വിഷയങ്ങൾ പറയുകയാണെങ്കിലും ഇസ്ലാമിൻ്റെ കാര്യങ്ങളിലേക്ക് എടുത്തു നോക്കുന്ന സമയത്ത് നമ്മൾ ടാക്സിൻ്റെ കാര്യങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ എന്താണ് ഓരോ രാജ്യത്തും എന്താ ദിമ്മി, മുവാഹിദ്, മുസ്തൈമിനൊക്കെ ഉണ്ട്. ഇതൊക്കെ ഇസ്ലാമിൻ്റെ കീഴിലാണെങ്കിലും എന്ത് ചെയ്യുന്നില്ല, അവർക്ക് തുല്യമായ സംഭവങ്ങളൊന്നും കിട്ടുന്നില്ല. സമത്വത്തിൻ്റെ, തുല്യതയുടെ, ഈക്വാലിറ്റിൻ്റെ കാര്യത്തിലൊക്കെ നോക്കുന്ന സമയത്തൊക്കെ എന്താണ് അവരെ വേർതിരിച്ചെന്ന് കാരണം ഇപ്പോൾ എന്താണ് സാക്ഷിത്വം നിൽക്കുന്ന സമയത്താണെങ്കിലും അങ്ങനത്തെ കാര്യത്തിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇവരെ വേർതിരിച്ചാണ് കാണുന്നത്. അപ്പോൾ വേർതിരിച്ച് കാണുമ്പോൾ എന്ത് ചെയ്യില്ല, ഇസ്ലാമിക രാജ്യമാണെങ്കിൽ ഇസ്ലാമിക മതത്തെ പൊരുത്തപ്പെടുന്നുണ്ടെങ്കിലൊക്കെ എന്താണ് എല്ലാവരെയും എന്ത് ചെയ്യണം, ഒരുപോലെ കാണാൻ കഴിയണം എന്നുള്ളതാ. ആദ്യമായി ഈ ടാക്സ് സിസ്റ്റത്തെ പറ്റി പറയുമ്പോൾ, ഈ ടാക്സ് സിസ്റ്റം ഒരു മോശം സംഭവമാണ് എന്ന് പറയാനാണെന്നുണ്ടെങ്കിൽ ഇന്ന് ലോകത്തുള്ള 192 രാജ്യങ്ങളും ടാക്സ് ഒരു രീതിയിലല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ കൈപ്പറ്റുന്ന രാജ്യങ്ങളിൽ ഭൂരിഭാഗം രാജ്യങ്ങളും അങ്ങനെയാണ്. വളരെ കുറച്ച് രാജ്യങ്ങൾ മാത്രമേ അതിനെതിരായിട്ടുള്ളൂ. ടാക്സ് എന്ന് പറയുന്ന ഒരു രാജ്യത്തിൻ്റെ എക്കോണമിക്ക് വളരെയധികം പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾ പരിഗണിക്കുന്ന സമയത്ത് ഇപ്പോൾ ജിസിയ എന്നുള്ളത് മുസ്ലിങ്ങൾക്ക് നൽകുന്നുണ്ട്, മുസ്ലിങ്ങൾ നൽകേണ്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ മുസ്ലിങ്ങൾക്ക് ഹറാജ് എന്ന് പറയുമ്പോൾ കർഷക ഭൂമിക്ക് കൊടുക്കേണ്ട ടാക്സ്, അത് മുസ്ലിങ്ങൾക്ക് ഇസ്ലാമിൽ ഏർപ്പെടുത്തിയ ഒരു ടാക്സ് ആയിരുന്നു. അതുപോലെ തന്നെ മുസ്ലിം സമൂഹം സക്കാത്ത്, ടാക്സിന് പല രീതിയിൽ നമുക്ക് പറയാം. ഇപ്പോൾ ഇന്നത്തെ കാലത്താണെങ്കിലും ലക്ഷറി ടാക്സ് എടുക്കുകയാണെങ്കിൽ രാജ്യത്തിലെ എല്ലാ ആളുകളും ലക്ഷറി ടാക്സ് അടക്കുന്നില്ലല്ലോ. അതുപോലെ തന്നെ ഓരോ ടാക്സിന് പല രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, മുസ്ലിങ്ങളുടെ കയ്യിൽ നിന്നും അമുസ്ലിങ്ങളുടെ കയ്യിൽ നിന്നും എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ടാക്സ് ഏർപ്പെടുത്തുന്നുണ്ട്. അതൊരിക്കലും ഒരു തെറ്റായ കാര്യമല്ല. കാരണം രാജ്യത്തിൻ്റെ എക്കോണമി നിർണ്ണയിക്കുന്നതിൽ വളരെ വലിയ പങ്ക് ടാക്സിനാണ്. നമ്മുടെ ഇന്ത്യയെ പരിഗണിച്ച് നോക്കിയാൽ ഏറ്റവും കൂടുതൽ ഇൻകം ടാക്സ് നമുക്ക് കിട്ടുന്നത് നമ്മുടെ രാജ്യത്തിനാണ്. അപ്പോൾ അത്തരത്തിലുള്ള ടാക്സ് എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ എക്കോണമിയെ ഉയർത്തുന്നതിലേക്ക് നയിക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ അത് മാത്രമല്ല, നിങ്ങളിപ്പോൾ ദിമ്മിയായ ആളുകളെ സമൂഹത്തെ എടുത്ത് നോക്കുകയാണെങ്കിൽ അവർക്ക് വേണ്ടിയുള്ള സകല പ്രൊട്ടക്ഷനും അവർക്ക് വേണ്ടിയുള്ള സകല സംരക്ഷണവും ഇസ്ലാമിക സമൂഹം ഏർപ്പെടുത്തുന്നുണ്ട്. അവർ യുദ്ധത്തിന് പോകേണ്ടതില്ല, അവർക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, മുസ്ലിങ്ങൾ യുദ്ധം ചെയ്യുമെന്നുള്ള നിലപാടൊക്കെ ഉണ്ട്. അപ്പോൾ മുസ്ലിങ്ങൾക്ക് മാത്രമാണ് ടാക്സ്, അതൊരു വിവേചനമാണെന്ന് പറയുന്നത് യുക്തിരഹിതമായിട്ടുള്ള കാര്യമാണ്. ഹറാജ് പോലത്തെ മറ്റു ടാക്സുകൾ അല്ലെങ്കിൽ സക്കാത്ത് പോലത്തെ മറ്റു നമ്മുടെ കയ്യിൽ നിന്നും പൈസ ഗവൺമെന്റിലേക്ക് കൊടുക്കുന്ന അല്ലെങ്കിൽ സമൂഹത്തിലേക്ക് ഇറക്കുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇസ്ലാം മുന്നോട്ട് വെക്കുന്നുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഈ ഈക്വൽ റൈറ്റ്സ് എന്നുള്ള ഒരു പ്രസ്താവന, ഈ ഒരു നിർവചനത്തോട് ഞാൻ ഉണർത്തി പറയുകയാണ്. ഇസ്ലാമിൻ്റെ കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ മനുഷ്യരുണ്ടാക്കുന്ന നിയമങ്ങളൊക്കെ അള്ളാഹുവിൻ്റെ നിയമങ്ങൾക്ക് അധീനമായിട്ടാണ് പുതിയതായ നിയമങ്ങൾ ഉണ്ടാക്കുമ്പോൾ അത് വരിക. മറിച്ച് അത് ജനാധിപത്യത്തിൻ്റെ കേസിലേക്ക് എടുത്തു നോക്കുകയാണെങ്കിൽ മനുഷ്യരുണ്ടാക്കുകയാണെങ്കിൽ അപ്പോൾ ഇത് രണ്ടും ഏറ്റവും നല്ല രീതിയിൽ വൈരുദ്ധ്യമായിട്ടാണ് കണക്കാക്കുന്നത്. ഇസ്ലാമിൻ്റെ കേസും അതുപോലെ ജനാധിപത്യവും ഈ നിയമങ്ങളുടെ കാര്യങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ ഇപ്പോൾ അടിസ്ഥാനമായ ഇല്ല എന്നുള്ള അള്ളാഹുവിൻ്റെ ഈ ഒരു ഇസ്ലാമിൻ്റെ അടിസ്ഥാനമായ ഈ ഒരു കാര്യത്തോട് എതിരായിട്ടാണ്, തീർത്തും പൊരുത്തപ്പെടാത്ത രീതിയിലാണിത് വരുന്നത്. ഈ വാദത്തോട് ചേർത്ത് പറയുകയാണ്, പൂർണ്ണമായും ഇതിലൊക്കെ മനസ്സിലാവുന്നത് ഇസ്ലാം ജനാധിപത്യവും മതേതരത്വവും പൊരുത്തപ്പെടുന്നുണ്ടെന്ന് നമുക്ക് കാണാൻ കഴിയും. ഇസ്ലാമിക്ക് ഒരിക്കലും ബലപ്രയോഗമില്ല. വിശുദ്ധ ഖുർആൻ പറഞ്ഞു ലാ ഇക്റാഹ ഫിദ്ദീൻ. അതേ അതും തന്നെ നമ്മുടെ രാജ്യത്ത് നടക്കുന്നു, മതേതരത്വവും ജനാധിപത്യവും. അതും സെക്യുലർ എടുത്ത് നോക്കുമ്പോൾ തന്നെ കാണാം നമുക്ക് സ്റ്റേറ്റിന് ഒരു സ്റ്റേറ്റിന്റെ റൂട്ടിലും മതത്തിന്റെ റൂട്ടിലായിട്ട് അവർക്ക് അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും വെച്ച് ജീവിക്കാന്നുള്ള നിലപാടാണ്. ഇപ്പൊ തന്നെ ഈ വാദത്തിന് ഉത്തരമായിട്ടുണ്ടാകുന്ന മനസ്സിലാക്കുന്നു. അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ദീനിൽ ഒരിക്കലും ആരെയും നിർബന്ധിക്കുന്നില്ല, എല്ലാവരെയും അക്സെപ്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, അന്യമതസ്ഥന്റെ മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നീച്ചു നിന്ന് ബഹുമാനിക്കുന്ന സന്ദർഭങ്ങൾ കടന്നു പോയിട്ടുണ്ട് ഇസ്ലാമിൽ. പിന്നീട് എങ്ങനെയാണ് ഇത് പൊരുത്തപ്പെടുന്നില്ല എന്ന് പറയുന്നത്? ഇസ്ലാം എല്ലാം പൊരുത്തപ്പെടുന്നുള്ളത് നമുക്ക് കാണാൻ സാധ്യമാകുന്നു. ഇസ്ലാമിൽ കൂടിയാലോചന സിസ്റ്റങ്ങൾ നടക്കുന്നു, ഷൂറ സിസ്റ്റം നടക്കുന്നു, അതേ ജനാധിപത്യം ഇന്ന് നമ്മുടെ രാജ്യത്ത് നടക്കുന്നു. വിശുദ്ധ ഖുർആനിൽ തന്നെ പറയുന്നുണ്ടല്ലോ, നിങ്ങൾ കൂടിയാലോചിക്കുക എന്നുള്ളത്. സുഹൃത്ത് പറഞ്ഞതിലേക്ക് ചേർത്ത് പറയാണ്, നമ്മുടെ മദീന ചാർട്ടിന്റെ മദീന ഉടമ്പടി അതിൽ വ്യക്തമാണ്
നമ്മുടെ ലാ ഇക്രാഹ ഫിദ്ദീൻ എന്നുള്ള ബഖറയിലെ 256-ാമത്തെ ആയത്ത്, അഥവാ ആരെയും നിർബന്ധിക്കുന്നില്ല, ഇസ്ലാം നിർബന്ധിച്ച് മതത്തിലേക്ക് നിർബന്ധിക്കുന്നില്ല എന്നുള്ളത് വ്യക്തമാണ്. അഥവാ ഈ ഉടമ്പടിയിൽ യഹൂദർക്ക് യഹൂദരുടെ മതം, മുസ്ലിങ്ങൾക്ക് മുസ്ലിങ്ങളുടെ മതം എന്നിങ്ങനെയുള്ള വ്യക്തമായ ഒരു നിലപാട് തന്നെയാണ് മദീന ചാർട്ടിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 57 ഉടമ്പടികൾ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അതിൽ ഒന്നാമത്തത് ഉമ്മത്ത് ബഹുസ്വരത ഉണ്ടാക്കിയെടുത്തുന്നതാണ്. അതിൽപ്പെട്ട 57 പെട്ട ഒന്ന് തന്നെയാണ് യഹൂദർക്ക് യഹൂദർ മതം, അഥവാ ഈ ലാ ഇക്രാഹ ഫിദ്ദീന്റെ വ്യക്തമായ അർത്ഥം തന്നെ ആശയം ഉൾപ്പെടുന്ന ഒരു വ്യക്തമായ ഒന്ന് മദീന ഉടമ്പടിയിൽ തന്നെ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നേരത്തെ സുഹൃത്ത് സംവാദകൻ പറഞ്ഞ പോലെ തന്നെ ഇതിൽ ഒരു സംശയം വന്നത്, ഫ്രീഡം ഓഫ് റിലീജിയൻ, ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഒരുപാട് ഫ്രീഡം നൽകുന്നുണ്ട്. അതിൽ തന്നെ പറയുന്നത് ഈ ഫ്രീഡം ഓഫ് റിലീജിയനിൽ നമുക്ക് ഏത് മതത്തെയും വിമർശിക്കാനും ചോദ്യം ചെയ്യാനുള്ളൊരു സ്വാതന്ത്ര്യമാണ് ഇന്ത്യൻ ഭരണഘടന നൽകുന്നത്. അങ്ങനെയാണെങ്കിൽ തന്നെ ഇസ്ലാമിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഇസ്ലാം അത് പൂർണ്ണമായിട്ട് അത് വിരുദ്ധമാണ്. കാരണം ഇസ്ലാമിൽ അത്തരത്തിൽ ഒരു മതവിമർശന അത് സ്വീകരിക്കുന്നില്ല. ഞാൻ വീണ്ടും ഖുർആൻ ഉദ്ധരിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല യാ അയ്യുഹൽ കാഫിറൂനിൽ പറയുന്നുണ്ട്, നബി അങ്ങ് പറയുക, അവസാനമായി പറയുന്നുണ്ട് എന്ത്, ഖുൽ എന്ന് പറഞ്ഞിട്ട് അവസാനം പറയുന്നുണ്ട് ലക്കും ദീനുക്കും വലിയ ദീൻ. അവർക്ക് അവരുടെ മതം അവരത് ആചരിക്കോട്ടെ, അതിൽ നിർബന്ധിപ്പിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് നമ്മുടെ മതം. ആ രീതിയിൽ നിങ്ങൾ മുസ്ലിങ്ങളോട് അഭിസംബോധന ചെയ്യുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ തൊട്ട് മുമ്പാണ് ഇവിടെ സുഹൃത്ത് മദീന ചാർട്ടിനെ കുറിച്ച് സംസാരിച്ചത്. 57 ഉടമ്പടികൾ അടങ്ങുന്നതിലെ ആദ്യ കാര്യം തന്നെ എല്ലാവരും ഒരു ബഹുസ്വര സമൂഹമായി മാറണമെന്നും എല്ലാവർക്കും മതം ആചരിക്കാനുള്ള അവകാശം ഇസ്ലാം നൽകുന്നതല്ല, ഭരണഘടന നൽകുന്നുണ്ട് എന്നുള്ളത് കൃത്യമായി അതിൽ പറയുന്നുണ്ട്. അപ്പോൾ അത് ഇത്തരത്തിലുള്ള ഒരു പ്രൗഢഗംഭീരമായിട്ടുള്ള ഒരു ഭൂതകാലം നിലനിൽക്കുമ്പോൾ എങ്ങനെയാണ് ഇസ്ലാം മതേതര വിരുദ്ധമാണ് അല്ലെങ്കിൽ ജനാധിപത്യത്തെ ഒരു തരത്തിലും പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്നുള്ളത് പറയുക? അത് പറയുന്നത് യുക്തിരഹിതമാണ് എന്നാണ് എനിക്കിവിടെ സൂചിപ്പിക്കാനുള്ളത്. ഇവിടെ രണ്ട് വിഭാഗവും എത്തി നിൽക്കുന്ന ഒരു പോയിന്റ് ചരിത്രത്തിൽ നിന്ന്, ഇപ്പൊ ഈ ഭാഗം ചരിത്രത്തിൽ നിന്ന് ഒരുപാട് ഉദാഹരണങ്ങളും ആദ്യകാല രൂപങ്ങളും അതിന്റെ ഫണ്ടമെന്റൽസ് ഒക്കെ ചർച്ച ചെയ്യുമ്പോൾ ഈ സെക്യുലറിസം ഇസ്ലാമുമായി പൊരുത്തപ്പെടുന്നുണ്ട് എന്ന് സമർത്ഥിക്കുകയാണ്. അതേസമയം ഇന്ന് ശരിക്ക് ആ ഒരു രീതിയിൽ തന്നെയാണോ സെക്യുലറിസം മുന്നോട്ട് പോകുന്നത്? അതുകൊണ്ട് അത് ഇസ്ലാമിനെ അംഗീകരിക്കാൻ പറ്റുമോ എന്നൊരു ചോദ്യം ഈ ഗ്രൂപ്പ് അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട്. ഇവിടെ ഇപ്പോ ഇനൽ ഹുക്കുമു ഇല്ലാ ലില്ലാ നേരത്തെ പറഞ്ഞതുപോലെ അള്ളാഹുവിന് മാത്രമാണ് ഭരണാധികാരം. മാൻമെയ്ഡ് റൂൾസ് കൊണ്ട് അത് ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ ഇസ്ലാമിന്റെ കർമ്മശാസ്ത്രം, അതുപോലെ ദാറുൽ ഇസ്ലാം, ദാറുൽ ഹർബ് എന്ന് സെപ്പറേറ്റ് വേർതിരിച്ച് തന്നെ നമ്മുടെ മൈനോറിറ്റി ഫിഖ് നമ്മുടെ മുമ്പിലുണ്ട്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു സാധ്യത കർമ്മശാസ്ത്രം മുന്നോട്ട് വെക്കുമ്പോൾ പിന്നെ അതെങ്ങനെയാണ് ഇസ്ലാമുമായി പൊരുത്തപ്പെടാതിരിക്കുന്നത് എന്നും ഈ ഒരു ഗ്രൂപ്പ് അഡ്രസ് ചെയ്യേണ്ടതുണ്ട്. ആദ്യമായി കൊണ്ട് ഇവിടെ മോഡറേറ്റർ സംസാരിച്ചത് ഇന്നത്തെ കാലഘട്ടത്തിൽ മതേതരത്വം ഇസ്ലാമിനോട് പൊരുത്തപ്പെടുന്നുണ്ടോ, കേവലം ചരിത്രങ്ങൾക്കപ്പുറം നമ്മുടെ മുന്നിൽ നിരവധി മുസ്ലിം ഭൂരിപക്ഷമുള്ള ജനാധിപത്യ ഡെമോക്രാറ്റിക് കൺട്രീസ് നമ്മുടെ മുന്നിൽ ധാരാളമുണ്ട്. സുഹൃത്ത് മുമ്പ് സംസാരിച്ചതുപോലെ തന്നെ ഇന്തോനേഷ്യ എന്നുള്ളത് 90% കൂടുതൽ ഭൂരിപക്ഷം വരുന്ന, മലേഷ്യ എന്നത് 63% കൂടുതൽ മുസ്ലിം ഭൂരിപക്ഷം വരുന്ന ഇസ്ലാമിക് രാജ്യങ്ങളാണ്. ഇവിടെയെല്ലാം കൃത്യമായ രീതിയിൽ തന്നെ മറ്റു മതവിഭാഗങ്ങൾ ഒരു പ്രശ്നവും കൂടാതെ ജീവിക്കുന്നുണ്ട്. അതുമാത്രമല്ല മുസ്ലിം സമൂഹം എന്ത് ചെയ്യുന്നുണ്ട്, അവരുടേതായ പ്രാക്ടീസ് കാര്യങ്ങളിൽ ഏർപ്പെടുന്നുണ്ട്, ആരും ആരെയും വിലക്കുന്നില്ല. ഇത് തന്നെയാണ് മതേതരത്വം. അപ്പോൾ ഈ ഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങൾക്ക് അതൊരു അരോചകമായി തോന്നാത്തത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇസ്ലാം തീർച്ചയായും മതേതരത്വത്തെ അംഗീകരിക്കുന്നു എന്നതുകൊണ്ടാണ്. അതുമാത്രമല്ല നമ്മുടെ ഈ രാജ്യം എടുത്തു നോക്കുകയാണെങ്കിൽ നമ്മൾ ന്യൂനപക്ഷ സമൂഹമാണ്. ഇവിടെ നമ്മൾ മുസ്ലിം പണ്ഡിതന്മാരുണ്ട്, ഇസ്ലാം മതം പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, യാതൊരു ബുദ്ധിമുട്ടും നമുക്ക് ഭരണഘടനാപരമായിട്ട് നൽകുന്നില്ല. പിന്നെ ഇന്നത്തെ കാലത്ത് നമ്മൾ അനുഭവിക്കുന്നത് അത് തീർച്ചയായും മതേതര വിരുദ്ധമായ കാര്യങ്ങളാണ്. അത് ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ഒരു പ്രത്യേക ജനവിഭാഗം എന്ത് ചെയ്യുന്ന നമ്മുടെ ന്യൂനപക്ഷ സമൂഹത്തിന് മേൽ അടിച്ചേൽപ്പിക്കുന്നതാണ്. അത് മതേതര വിരുദ്ധമായിട്ടുള്ള കാര്യമാണ്. എന്നിരുന്നാൽ പോലും കഴിഞ്ഞ വർഷങ്ങളൊക്കെ കഴിഞ്ഞ് 70 വർഷം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബുദ്ധിമുട്ടും കൂടാതെ തന്നെ നമ്മുടെ ഈ രാജ്യത്ത് നിന്ന് ഇസ്ലാം മതവിശ്വാസികൾ ഇസ്ലാമിനെ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് കൊണ്ടുവന്നത് എന്തുകൊണ്ടാണ്? ഇസ്ലാമിൽ മതേതരത്വം എന്ന് പറയുന്ന ഒരു മൂല്യം കൂടി ഉള്ളത് കൊണ്ടാണ്.
മോഡറേറ്റർ ഇവിടെ ചോദിച്ച ക്വസ്റ്റ്യനിൽ ഇപ്പോൾ ഫിഖുൽ അഖിലിയാത്തൊക്കെ നിലനിൽക്കുമ്പോഴും ഇങ്ങനെ വരാനുള്ള കാരണം നമ്മൾ ഇസ്ലാമിന്റെ കേസിൽ എടുത്ത് നോക്കുന്ന സമയത്ത് എന്താണ് ഓരോ വ്യക്തിയുടെയും ഓരോ മൈന്യൂട്ടായ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇസ്ലാമിക നിയമങ്ങളുണ്ട്. അപ്പോ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, മാറ്റങ്ങൾ കഴിയില്ല. പിന്നെ ഇനിയിപ്പോ മാറ്റങ്ങൾ പറയുകയാണെങ്കിൽ പോലും എന്താണ് പ്രവർത്തനങ്ങളൊക്കെ എന്താണ് ഉദ്ദേശം അനുസരിച്ചായിരിക്കുന്നത്. ഒരുപാട് നിയമസംഹിതകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇതിന്റെ എന്തില്ല പ്രവർത്തനങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, സംജാതമാവുന്നില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ മറ്റ് കൺട്രീസിലെ കാര്യങ്ങൾ നോക്കുകയാണ്, ഇസ്ലാമിക് കൺട്രീസ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ പോലും ഇന്നത്തെ കാലത്ത് എന്ത് ചെയ്യുന്നില്ല, കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നില്ല, കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. എല്ലാ സംഭവങ്ങളും കോൺസ്റ്റിറ്റ്യൂഷൻ ആയിട്ടും മറ്റായിട്ടൊക്കെ നിലനിൽക്കുമ്പോഴും കാര്യങ്ങൾ എന്ത് ചെയ്യുന്നില്ല, മുന്നോട്ട് പോകുന്നില്ല എന്നുള്ള പറയാനുള്ളത്. ഇവിടെ സെക്യുലറിസം ആണ് അല്ലെങ്കിൽ ഡെമോക്രസിയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. സെക്യുലറിസം എന്ന് പറഞ്ഞാൽ രണ്ട് നിർവചനം ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ അത് രണ്ട് നിർവചനമുണ്ട്. സ്റ്റേറ്റ് റിലീജിയസ് സെപ്പറേഷൻ, അതുപോലെ തന്നെ ഈക്വൽ റൈറ്റ്സ് ടു ഓൾ റിലീജിയൻ. അതുപോലെ തന്നെ ജനാധിപത്യം എടുക്കുമ്പോൾ ഫോർ ദ പീപ്പിൾ ബൈ ദി പീപ്പിൾ, അതുപോലെ തന്നെ ഓഫ് ദി പീപ്പിൾ, എബ്രഹാം ലിങ്കന്റെ നിർവചനം പ്രകാരം. അപ്പോൾ ഇതാണ് സെക്യുലറിസം. ഇനി മറ്റെന്തെങ്കിലും അതിലേക്ക് നിങ്ങൾ പറഞ്ഞതുപോലെ മറ്റ് പല രീതിയിൽ ആചരിക്കുന്ന രീതിയിലാണ് സെക്യുലറിസം പോകുന്നതെന്ന് പറഞ്ഞാൽ അത് സെക്യുലറിസം അല്ല എന്ന് വേണം മനസ്സിലാക്കാൻ. അത് മറ്റെന്തോ ആണ്, സെക്യുലറിസം അല്ല. ആ ആചരിക്കുക അല്ലെങ്കിൽ ഇവിടെ നമ്മുടെ നാട്ടിൽ പല വിഭാഗങ്ങൾ സെക്യുലറിസം എന്ന പേരിൽ പ്രചരിപ്പിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ വെസ്റ്റേണിൽ നടക്കുന്ന കാര്യങ്ങൾ അതൊന്നും മതനിരാസം എന്നുള്ള രീതിയിൽ പ്രോത്സാഹിപ്പിക്കുന്ന കാര്യം സെക്യുലറിസം എന്നുള്ള രീതിയിൽ നമുക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല. സെക്യുലറിസം എന്നുള്ളത് ഈ രണ്ടാലൊരു നിർവചനമെങ്കിലും പൂർണ്ണമായി തൃപ്തിപ്പെടുന്ന കാര്യമാണ്. ആ രണ്ട് നിർവചനം കൃത്യമായി എടുത്തു നോക്കിയാലും ഇസ്ലാമിന്റെ ചരിത്രത്തിലും സമകാലിക ഇസ്ലാമിലും കൃത്യമായി അതിനോട് നീതി പുലർത്തുന്നുണ്ട് എന്നുള്ളത് വാസ്തവമായിട്ടുള്ള ഒരു കാര്യമാണ്. മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, ഇവിടെ ഇസ്ലാമിക സമൂഹങ്ങളിൽ നമുക്ക് മറ്റും ഉദാഹരണങ്ങളൊക്കെ കാണാൻ സാധിക്കും. ഉദാഹരണം ഒട്ടോമൻ എംപയർ എടുത്തു നോക്കുന്ന സമയത്ത് അവിടെ ഡോൺമേ എന്ന് പറയുന്ന ജൂത സമൂഹത്തിന് കൃത്യമായ പരിഗണന നൽകിയിരുന്നു. ഭരണകാര്യങ്ങളിൽ മറ്റുമൊക്കെ അവർ ഏർപ്പെട്ടിരുന്നു. കാര്യങ്ങളിലെല്ലാം അവർ ഏർപ്പെട്ടിരുന്നുള്ളതൊക്കെ നമ്മുടെ മുന്നിലുള്ള ചരിത്രമാണ്. അതുപോലെ തന്നെ മുഗൾ എംപയേഴ്സിന്റെ ചരിത്രം, അതിൽ അക്ബറിന്റെ ചരിത്രം എടുത്തു നോക്കുന്ന സമയത്ത് അദ്ദേഹം എല്ലാ മതവിഭാഗങ്ങളും ഒരുപോലെ അംഗീകരിച്ചിരുന്നു എന്നുള്ളതൊക്കെ നമ്മുടെ മുന്നിലെ ചരിത്രമാണ്. അതിന് നിങ്ങൾ എങ്ങനെയാണ് ഇസ്ലാം മതേതര വിരുദ്ധമായിട്ടാണ് മുന്നോട്ട് പോയതെന്ന് കാണുന്നത്? അക്ബർ ഇങ്ങനെയൊരു സംഭവം ഇതാക്കിയിരുന്നു പറഞ്ഞു, പക്ഷെ അവിടെ അക്ബറിന്റെ സംഹിത എടുത്ത് നോക്കുകയാണെങ്കിലൊന്നും എന്തല്ല, അത് ഇസ്ലാമികമായിട്ടുള്ളതല്ല. ദീന ഇലാഹി ആക്കുകയാണെങ്കിലും സുൽഹൈക്കുല്ല് നോക്കുകയാണെങ്കിലും ഒന്നും എന്തല്ല ഇസ്ലാമികമായിട്ടുള്ളതല്ല. അങ്ങനെ നടത്തിയിരുന്നു എന്നുള്ളത് നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, അംഗീകരിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ ഇപ്പോൾ ഡെഫിനിഷനിൽ നമ്മൾ പറഞ്ഞു അല്ലാദീനി, അതുപോലെ എന്താണ് ആലമിയ ഭൗതികത ഒക്കെ വരുന്ന സമയത്ത് എന്താണ് ഇസ്ലാമികമായിട്ട് എന്ത് വരുന്നുണ്ട്, ഇസ്ലാമിന്റെ മൂല്യമായിട്ട് ബേസിക് ആയിട്ടുള്ള തഖ്വയൊക്കെ എന്താണ് ചോദ്യം ചെയ്യുന്ന രീതിയിലേക്കാണ് ഈ സംഭവം എന്ത് ചെയ്യുന്നത്, കൊണ്ടുപോകുന്നത്. അപ്പോ ഇംതിസാൽ അവാമിരില്ലാ വജ്നാബ് നവാഹി ലോഹിറം വബാത്തിന എന്ന് പറയുന്ന അതിന്റെ കോർ പോയിന്റ് ഉസൂലിലേക്കാണ് എന്ത് ചെയ്യുന്നത്, മതേതരത്വം കടന്നു ചെല്ലുന്നത്. നമ്മൾ മറ്റുള്ളവർ ആചരിക്കുന്നെന്ന് പറയുമ്പോഴും ഒരു സാധനത്തിന്റെ ലേബൽ മാറുന്നതിനനുസരിച്ച് എന്തില്ല, കാര്യങ്ങൾ ഇടപെടുന്ന സ്ഥലത്ത് എന്തില്ല, ഒരിക്കലും വ്യത്യാസം വരുന്നില്ല. ആളുകൾ പറയുന്നത് അത് നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, അങ്ങനെയാണ് ഇങ്ങനെയാന്ന് വെച്ചാൽ നമുക്ക് വാദം ഇതാക്കാൻ പറ്റില്ല. പക്ഷെ ഇതിൽ കൃത്യമായിട്ട് എന്തുണ്ട്, ഇതിന്റെ പ്രവർത്തനങ്ങൾ, ഇതിന്റെ ഉദ്ദേശങ്ങൾ ഉദ്ദേശിച്ച ആളുകൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നടക്കുക. അപ്പൊ ഇസ്ലാമിൽ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, എതിർക്കാൻ ഒരിക്കലും പറ്റില്ല. ഇതിന്റെ പശ്ചാത്തലം നമ്മൾ പരിഗണിക്കണം. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ റോമൻ കാത്തലിക് ഓവർ ഡോമിനൻസ് ആണ് ഇത്തരത്തിലുള്ള ഒരു ചിന്താഗതി കടന്നു വരുന്നതിലേക്കുള്ള കാരണം. അന്നത്തെ കാലത്ത് ഇപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ജിയോ സെൻട്രിസം എന്നുള്ള കാര്യം, ജിയോ സെൻട്രിസം അല്ല ഹീലിയോ സെൻട്രിസം എന്നുള്ള കാര്യം ഗലീലി മുന്നോട്ട് വെച്ച സമയത്ത് അദ്ദേഹത്തിന് ധാരാളം പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. എന്നാൽ അത്തരത്തിൽ ഓരോ പണ്ഡിതന്മാർ അല്ലെങ്കിൽ ഓരോ പണ്ഡിറ്റുകൾ, ശാസ്ത്രജ്ഞന്മാർ ഓരോ കാര്യങ്ങൾ മുന്നോട്ട് വെക്കുന്ന സമയത്ത് അവർക്ക് പീഡനങ്ങൾ ഏറ്റ സമയത്ത് അവർ മുസ്ലിം രാജ്യങ്ങളിലേക്ക്, അന്നത്തെ സുവർണ കാലഘട്ടമായിട്ടുള്ള മുസ്ലിം രാജ്യങ്ങളിലേക്ക് പലായനം ചെയ്തു എന്നുള്ളത് നമ്മുടെ മുന്നിലെ ചരിത്രമാണ്. ഇതിൽ നിന്നെല്ലാം കൃത്യമായി മനസ്സിലാവുന്ന കാര്യം ഇസ്ലാം സെക്യുലറിസത്തെ പ്രോത്സാഹിപ്പിക്കുന്നത് കൊണ്ടാണ് അവർ അതിലേക്ക് വന്നത് എന്നുള്ളതാണ്. ഇസ്ലാമിൻ്റെ ചരിത്രങ്ങളും മറ്റും എടുത്തു പറയുമ്പോൾ തന്നെ ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ നബിതങ്ങൾ മതത്തിൻ്റെയും അതുപോലെ തന്നെ രാഷ്ട്രീയത്തിൻ്റെയും ഒരുപോലെ നേതാവായിരുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അഥവാ കേവലം ഒരു രാഷ്ട്രീയത്തിൻ്റെ നേതാവ് മാത്രമല്ല അവിടെ ആയിരുന്നത്, മതത്തിൻ്റെയും കൂടെ ആയിരുന്നു. അങ്ങനെ ഇരിക്കെ തന്നെ ഇപ്പോൾ മതേതരത്വത്തിൻ്റെ ഡെഫിനേഷനിലേക്ക് വരുമ്പോൾ തന്നെ അവിടെ ഒരു വൈരുദ്ധ്യം നമുക്ക് കാണാൻ സാധിക്കും. കാരണം ആ കംപ്ലീറ്റ് സെപ്പറേഷൻ എന്നൊക്കെ പറയുമ്പോൾ അവിടെ എങ്ങനെയാണ് ഈ നബിതങ്ങളുടെ ഈ നേതാവിത്വവും അതുപോലെ തന്നെ ഈ ഓപ്പോസിറ്റ് ഇതിനോട് പൊരുത്തപ്പെടുന്നതെന്ന് ഒന്ന് വിശദീകരിക്കണം. നബിത്തങ്ങളെ കാര്യം നോക്കുകയാണെങ്കിൽ നബിത്തങ്ങൾ
മതത്തിന്റെ നേതാവായത് കൊണ്ട് മാത്രമല്ല രാഷ്ട്രീയത്തിന്റെ നേതാവായതെന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. ഇസ്ലാം വരുന്നതിന് മുമ്പ് നബിതങ്ങളെ തന്നെ അന്നത്തെ അവിടുത്തെ ജനങ്ങൾ വിളിച്ചിരുന്നത് എന്താ? അൽ അമീൻ എന്ന. അങ്ങനെ ഒരു വ്യക്തി, മറ്റൊരു വ്യക്തി, അത്തരത്തിലൊരു നല്ലൊരു വ്യക്തി ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് വേറൊരാളെ തിരഞ്ഞെടുക്കാമായിരുന്നു. പക്ഷെ ഇല്ലാത്തത് കൊണ്ടാണ് രാഷ്ട്രത്തിന്റെ നേതാവും നബിതങ്ങളാവാൻ കാരണമെന്നാണ് നമുക്കിതിൽ കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സുഹൃത്ത് പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതോടുകൂടി ചേർത്ത് പറയാനുള്ളത്, ഒരിക്കലും മതം നിഷ്കാസിച്ചതിൻ്റെ മേൽ റസൂലുള്ള നേതാവായതല്ല, മത നിയമപ്രകാരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നേതാവായതല്ല. അന്നത്തെ കാലത്തെ അനിവാര്യതയായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നേതാവാവേണ്ടത്. അതുകൊണ്ടാണ്, അല്ലാതെ ഇസ്ലാമിൻ്റെ സുഹൃത്ത് പറഞ്ഞതുപോലെയുള്ള ആ ഡെഫിനിഷൻ വെച്ചുകൊണ്ട് സെപ്പറേഷൻ ഓഫ് റിലീജിയൻ ഫ്രം സ്റ്റേറ്റ് എന്നുള്ളത് ഇവിടെ സായുക്തമാകുന്നില്ല എന്ന് പറയുന്നത് യുക്തിരഹിതമായിട്ടുള്ള കാര്യമാണ്. നമുക്ക് അതോട് ചേർത്ത് പറയാനുള്ളത്, നമുക്കൊരു ഉദാഹരണമായിട്ട് കാണാം. നമുക്കറിയാം, പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ ഒരു സമയത്ത് രാഷ്ട്രീയ നേതാവായിരുന്നു. അതേ സമയത്ത് മറിച്ച് ഒരു ഇസ്ലാമിക നേതാവും കൂടി ആയിരുന്നു എന്നുള്ളത് നമുക്ക് കാണാം, സാധ്യമാണ്. ഇതോട് കൂടി ചേർത്ത് പറയാനുള്ളത്, സെക്യുലറിസം യഥാർത്ഥത്തിലും ഒരു മതനിരസനം കൊണ്ടുവരുന്നില്ല. ഇസ്ലാമിക മതമൂല്യങ്ങൾ, അതായത് നീതിയും, അതായത് അവർക്ക് അവരുടേതായ രീതിയിൽ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാം, അംഗീകരിച്ച് ജീവിക്കാം. ഇപ്പൊ സിഖുകാരെ അടുത്ത് നോക്കിയത്, അവർക്ക് അവരുടെ കയ്യിൽ കൃപ്പൺ വെക്കൽ അവരുടെ മതത്തിൽപ്പെട്ട ഒരു കാര്യമാണ്. അവർക്ക് അവർ താടി വളർത്ത് അവരുടെ മതത്തിൽപ്പെട്ട ഒരു ആനുകൂല്യമാണ്. അതുപോലെ അവർക്ക് ബൈക്കിൽ പോകുമ്പോൾ പോലും അവരുടെ തലപ്പാവ് ധരിക്കാൻ ഒരു മതപരമായ ആനുകൂല്യമാണ്. അതിനൊക്കെ ഈ രാജ്യം ഇത് കൊടുക്കുന്നുണ്ട്, റേറ്റ് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇസ്ലാമിൽ നോക്കുമ്പോൾ, ഇസ്ലാമിലെ ഓരോ ദിശയിലേക്കും കണ്ണോടിക്കുമ്പോൾ കാണാം, നമുക്ക് ഇവിടെ വെള്ളവസ്ത്രമിട്ട് നടക്കാൻ കഴിയുന്നുണ്ട്, നമുക്ക് നമ്മുടെ ഇസ്ലാമിക വേഷത്തിൽ നടക്കാൻ കഴിയുന്നുണ്ട്. പക്ഷെ അതിനൊക്കെ നമുക്ക് റേറ്റ് നൽകുന്നുണ്ട്. ഈ വിഷയത്തില് നബിതങ്ങളെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറഞ്ഞപ്പോഴൊക്കെ ഇവിടെയൊക്കെ എന്ത് ചെയ്യുന്നില്ല, എല്ലാവരും അംഗീകരിക്കുന്നില്ല. നിങ്ങൾ പറഞ്ഞു അനിവാര്യതയുടെ മുകളിലായതാണെന്ന് പറഞ്ഞാലും ഇവിടെ എന്ത് ചെയ്യില്ല, മറ്റുള്ളവർ എന്ത് ചെയ്യില്ല, മറ്റ് മതസ്ഥരൊക്കെ അവിടെ നിലനിൽക്കുമ്പോഴും എന്ത് ചെയ്യുന്നില്ല, അവര് തങ്ങളെ അംഗീകരിക്കാത്ത വിഷയം വരുന്നുണ്ട്. ഇങ്ങനത്തെ ഒരു വിഷയത്തിൽ എങ്ങനെയാണ് അനിവാര്യതയുടെ മുകളിലാണ് നബിതങ്ങൾ നേതാവായി എന്ന് പറയാൻ കഴിയുക? കൃത്യമായിട്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അംഗീകരിച്ചിട്ട് തന്നെയാണ് അവർ നിന്നിട്ടുള്ളത്. അതിനാണ് ഇപ്പോൾ ഞങ്ങൾ മുമ്പ് മദീന ചാർട്ടർ, അതുപോലെ തന്നെ ഹുദൈബിയ സന്ധികൾ പോലത്തെ ഓരോ സന്ധികളും നമുക്ക് കാണാൻ സാധിക്കും. ഓരോരുത്തരും അന്യമത വിശ്വാസികളടക്കം ഒരു ബുദ്ധിമുട്ടും കൂടാതെ തന്നെയാണ് ഉള്ളത്. പിന്നെ നിങ്ങൾ പറഞ്ഞപ്പോൾ ജനാധിപത്യത്തിന്റെ നിർവചനമായിട്ട് നമ്മൾ പരിഗണിക്കേണ്ട കാര്യം എന്താ? ഭൂരിപക്ഷ സമൂഹത്തിന്റെ തീരുമാനം. അങ്ങനെ നിങ്ങൾ വാദിക്കുന്ന വാദത്തിൽ എന്തെങ്കിലും കാര്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ, മുസ്ലിങ്ങളായിരുന്നല്ലോ അവിടെ ഭൂരിപക്ഷമായിട്ടുണ്ടായിരുന്നത്, മുസ്ലിം ഭൂരിപക്ഷത്തിന്റെ ഇത് പ്രകാരം ഇസ്ലാം വന്നു എന്ന് പറഞ്ഞാൽ കൃത്യമാണ്, ജനാധിപത്യപരമായിട്ട് തന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേതാവായിട്ടുള്ളത് എന്ന് നമുക്ക് കിട്ടും. പിന്നെ അതിലേക്കൊക്കെ കടക്കുന്നതിനേക്കാൾ ഏറ്റവും കൃത്യമായുള്ള ചരിത്രം നമ്മുടെ മുന്നിലുള്ളത്, അന്നത്തെ കാലത്തെ കൃത്യമായ അനിവാര്യതയായിരുന്നു നേതാവ് എന്ന് പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആവണം എന്നുള്ളത്. അതുമാത്രമല്ല, നുബുവത്ത് കിട്ടുന്നതിന് മുമ്പ്, നുബുവത്തിന് ശേഷമാണല്ലോ അംഗീകരിക്കാതിരിക്കുക എന്നുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ടെങ്കിൽ തന്നെ വരുന്നത്. നുബുവത്തിന് മുമ്പ് നമുക്ക് എന്താണല്ലോ നമ്മുടെ ചരിത്രം ഉള്ളത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഗോത്ര നേതാവായിട്ട് അവർ കാണുന്നു, അമീൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിക്കുന്നു. അതുപോലെ തന്നെ അസ്വാദിഖ് എന്നുള്ള പേര് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു മൂല്യങ്ങളുള്ള ഒരു നേതാവിനെ തന്നെയാണ് അവർ ആക്കിയിട്ടുള്ളത്. അപ്പോൾ യാതൊരു വിധത്തിലുള്ള ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള കാര്യമോ മതനിരപേക്ഷതയ്ക്ക് നിരക്കാത്തതായിട്ടുള്ള കാര്യമോ അവിടെ ഉണ്ടായിട്ടില്ല. സുഹൃത്ത് ഹിഷാം പറഞ്ഞതിനോട് കൂടി ചേർക്കുകയാണ്, എല്ലാ മതസ്ഥർക്കും അവരുടേതായ നിയമങ്ങളും ആചാരങ്ങളൊക്കെ ആചരിക്കാൻ കഴിയുന്നുണ്ട് എന്നുള്ള രീതിയിലാണ് സംസാരിച്ചത്. അപ്പോൾ ഇതിനോട് കൂട്ടിച്ചേർക്കുകയാണ്, അപ്പോൾ ഇസ്ലാമിൻ്റെ കേസ് എടുത്തു നോക്കുകയാണെങ്കിൽ ഏതൊരു പ്രവൃത്തി ചെയ്യുകയാണെങ്കിലും അള്ളാഹുവിൻ്റെ ഒരു ഭരണത്തിൻ്റെ ഈ ഒരു ബൗണ്ടറിക്ക് അതീതമായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. എന്നാൽ ജനാധിപത്യത്തിൻ്റെ ഈ ഒരു കേസ് എടുത്തു നോക്കുകയാണെങ്കിൽ ജനങ്ങൾക്ക് ഇപ്പോൾ ഒരു ഭൂരിപക്ഷത്തിൻ്റെ ഒരു രീതിയിൽ നിയമങ്ങൾ മാറ്റാനും എന്നുള്ള രീതിയിലൊക്കെ കടക്കണം. അപ്പോൾ ഇതും ഇസ്ലാമിൻ്റെ കേസ് എടുത്തു നോക്കുകയാണെങ്കിൽ ഒരു തരത്തിലും പൊരുത്തപ്പെടുന്നില്ല എന്ന രീതിയിലേക്കാണ് കാണാൻ സാധിക്കുന്നത്. അള്ളാഹുവിന്റെ ബൗണ്ടറി പറഞ്ഞാൽ അത് ധാർമ്മികമായിട്ടാണെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. മറ്റൊന്ന് ജനങ്ങളോടുള്ളത് ഭരണപരമായിട്ടും സാമൂഹികപരമായിട്ടുള്ള കാര്യമാണ്.
ഇതിനൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പ്രത്യക്ഷത്തിൽ കാണാൻ കഴിയും. പരസ്യത്തിൽ സഹീൽ ബുഖാരി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം റിപ്പോർട്ട് ചെയ്ത ഹദീസായി കാണാൻ നമുക്ക് കഴിയും. അലാ കുല്ലുക്കും റാഹി വക്കുല്ലുക്കും മസ്ഊലൻ അൻ റഹിയത്തി, നിങ്ങൾ ഓരോരുത്തരും മേൽനോട്ടക്കാരാണ്, നിങ്ങൾ ഓരോരുത്തരും ഉത്തരവാദിത്വമുള്ളവരാണ് എന്നുള്ള ഹദീസ് നമുക്ക് കാണാൻ കഴിയും. മറിച്ച് ഇസ്ലാമിന്റെ ഭരണാധികാരി ജനങ്ങളുടെ സേവകരാണെന്നും നമുക്ക് കാണാൻ കഴിയും. ഇന്ത്യയുടെ മതരാഷ്ട്രീയത്തിന്റെ ഇന്ത്യയുടെ മതരാഷ്ട്രീയ മതം ഒരു രാഷ്ട്രീയ ഉപകരണമല്ല, പക്ഷെ മറിച്ച് മതത്തിന് വിരുദ്ധതയും വരുന്ന രീതിയിലല്ല ഇന്ത്യയുടെ രാഷ്ട്രീയം പോകുന്നത്. മറിച്ച് മതത്തിൻ്റെതായ അംഗീകാരവും മത നേതാക്കളെ അംഗീകരിച്ച് ജീവിക്കാനുള്ളതുണ്ട്. അതായത് ഇപ്പൊ നമ്മുടെ രാജ്യത്ത് ഒരു നേതൃത്വം വരുന്നത് അത് കോൺസ്റ്റിറ്റ്യൂഷൻ ആ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരമായിരിക്കും. അതിനൊക്കെ മേലെയാണ്, ദൈവികമായിട്ടാണ് നമ്മൾ ധാർമ്മിക എന്ന വാക്കിനെ സൂചിപ്പിക്കുന്നത്. നേരത്തെ ഇൻട്രൊഡക്ഷനിൽ നമ്മൾ പറഞ്ഞു യൂസുഫ് അൽ കർലാവി എന്നവരുടെ ഫത്വയെ നമ്മൾ ഇവിടെ കോട്ട് ചെയ്തു. അപ്പോൾ ഒരു മുസ്ലിം പണ്ഡിതൻ, ഒരു മുഫ്തി എന്ന നിലക്ക് അദ്ദേഹം ഇതിന്റെ അൽമാനിയുടെ മഫ്ഹൂമായിട്ട് തന്നെ പറയുന്ന എന്താണ്, ഇസ്ലാമിക നിലപാടുമായിട്ട് ഇതെന്ത് ചെയ്യില്ല, ഒരിക്കലും റെഡിയാവില്ല എന്നുള്ളതാണ്. പിന്നെ എങ്ങനെ അദ്ദേഹം ഉദ്ദേശിച്ച പദം തന്നെ എന്താണ്, ബഅദുൽ അറബീന ഹദാ ബിനിസ്ബത്തിൽ ഇസ്ലാമി മുസ്തഹീലും എന്നാണ്. അറബികളിൽ നിന്ന് തന്നെ അവര് ആ സംഭവത്തിൽ പറയുന്ന, അത് ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ട് ഇന്റർനെറ്റിലൊക്കെ കിട്ടും ആ ഫത്വ. അതിലവര് പറയുന്ന എന്താണ്, മുസ്തഹീലാണ് എന്നുള്ളതാണ്. ഇങ്ങനെയൊക്കെ ഫത്വകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കെ തന്നെ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റൂല, ഇസ്ലാമുമായിട്ട് പൊരുത്തപ്പെടുന്നു പറയാൻ പറ്റില്ല. അപ്പോ പറഞ്ഞു വരുന്നത്, ജനാധിപത്യമായാലും മതേതരത്വമായാലും ഇസ്ലാമിന്റെ തത്വങ്ങളോട് പൊരുത്തപ്പെടുന്നില്ല എന്നുള്ള ഒരു ആകത്തുകയിലേക്കാണ് ഏത് രീതിയിൽ വന്നാലും നമുക്ക് എത്തിപ്പെടാൻ സാധിക്കുക. അതിന് കൂടുതലൊന്നും പോകേണ്ടി വരില്ല. ചരിത്രങ്ങളും എടുത്തു നോക്കുന്നതിന് മുമ്പ് തന്നെ ഡെഫിനിഷൻ, മതേതരത്വത്തിന്റെയും ഡെമോക്രസിയുടെയും ഡെഫിനിഷനിൽ തന്നെ അത് വ്യക്തമാണ് നമുക്ക് കാണാൻ സാധിക്കും. അഥവാ ഇതൊരിക്കലും ഇതിനോട് യോജിക്കുന്നില്ല എന്നും മാത്രമല്ല, ഇതിന്റെ അടിസ്ഥാനം പൂർണ്ണമായും വ്യതിചലിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നതെന്ന് നമുക്ക് വ്യക്തമാവുന്നതാണ്. ഇത് കൺക്ലൂഡ് ചെയ്ത് സംസാരിക്കുമ്പോൾ നമ്മൾ വാദിച്ച പോലെ തന്നെ ആരംഭം മുതലേ മതനിഷേധമായിട്ടാണ് വരുന്നത്. എന്ത് കാര്യം നോക്കുകയാണെങ്കിലും ഇതിപ്പോ ഡെഫിനിഷന്റെ കാര്യത്തിൽ നോക്കാൻ തന്നെ നമുക്ക് മനസ്സിലാവും. ഡെഫിനിഷൻ തന്നെ എന്തുണ്ട്, ഒരുപാട് തരത്തിലേക്ക് മാറുന്നുണ്ട്. അപ്പൊ അതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, ഡെഫിനിഷൻ മാറുന്നതിനനുസരിച്ച് എന്താണ്, ആളുകളുടെ സ്വത്ത താല്പര്യങ്ങൾക്കനുസരിച്ചും മത താല്പര്യങ്ങൾക്കനുസരിച്ച് എന്താണ് വളച്ചൊടിച്ചിട്ടാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ എന്താണ്, നമുക്ക് ഈ വാദം ഒറ്റയടിക്ക് ഇതാക്കാൻ കഴിയും, ഇതെന്ത് ചെയ്യാൻ കഴിയില്ല, പൊരുത്തപ്പെട്ട് ഇസ്ലാമായിട്ട് ഒരിക്കലും, ഇസ്ലാം എന്നല്ല മറ്റേത് മതമായിട്ടും എന്തെയില്ല പൊരുത്തപ്പെടാൻ നമുക്ക് കഴിയാൻ കഴിയും. എന്താ വെച്ചാൽ ഭൗതികതയും ദീനില്ലാത്താകുന്ന ഒരു ലക്ഷ്യത്തിലേക്കാണ് ഇതിന്റെ സംഭവം ഉള്ളിലൂടെ കടത്തി കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് അവസാനമായിട്ട് പറയാനുള്ളത്. ഇതിന്റെ ചുരുക്കത്തിലേക്ക് കടക്കുകയാണെങ്കിൽ, നാം നോക്കുകയാണെങ്കിൽ ഇപ്പൊ നേരത്തെ സുഹൃത്തുക്കൾ പറഞ്ഞതുപോലെ തന്നെ അതിന്റെ ഈ ഒരു നിർവചനം തന്നെ നമുക്ക് എടുത്തു നോക്കുക. അപ്പോൾ ഈ രീതിയിലൊക്കെ നോക്കുകയാണെങ്കിൽ രണ്ട് രീതിയിലും സെപ്പറേഷൻ ആണ് ഇവിടെ. മതവും അതുപോലെ തന്നെ സ്റ്റേറ്റും സെപ്പറേഷൻ ആണ് എന്ന രീതിയിലേക്കാണ് നാം എത്തിച്ചേരുന്നത്. അപ്പൊ ഇതൊക്കെ ഈ ഒരു മതത്തിന്റെ കേസ് എടുത്താൽ, മതം കേവലം ഒരു വാക്കുകളിൽ ഒതുങ്ങി, ജനാധിപത്യവും അതുപോലെ തന്നെ മതേതരത്വം എന്നുള്ളത് ഒരു വാക്കുകളിൽ ഒതുങ്ങി കൂടേണ്ട ഒന്നല്ല. അത് മതത്തിലൂടെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ മതം വേണ്ട എന്നുള്ള ഒരു രീതിയിലേക്കാണ് ഇപ്പോൾ നമ്മൾ എത്തിച്ചേരുന്നത്. ഈ ഒരു വിഷയം പറയുകയാണെങ്കിൽ ഒരു തരത്തിലും തന്നെ ജനാധിപത്യവും മതേതരത്വവും ഇസ്ലാമിക തത്വങ്ങളുമായിട്ട് ഒരു തരത്തിലും പൊരുത്തപ്പെടുന്നില്ല എന്നൊരു രൂപകൽപ്പനയിലേക്കാണ് നാം എത്തിച്ചേരുന്നത്. ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ആരെങ്കിലും ഒരു മുസ്ലിമിനെ ബുദ്ധിമുട്ടിക്കുകയാണെങ്കിൽ, ആരെങ്കിലും ഒരു നിമ്മിയായ ആളെ ബുദ്ധിമുട്ടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഖിയാമത്ത് നാളിൽ ഞാൻ അവന് അനുകൂലമായിട്ടായിരിക്കും നിൽക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായിട്ട് അബൂ ദാവൂദ് എന്നവർ അദ്ദേഹത്തിന്റെ ഹദീസ് ഗ്രന്ഥത്തിൽ കിതാബുൽ മുജാഹിദീൻ എന്ന് പറയുന്ന ഭാഗത്ത് റിപ്പോർട്ട് ചെയ്തതായിട്ട് കാണാൻ സാധിക്കും.
ഇത് ഞാൻ കേവലം ഉദ്ധരിച്ചത് മാത്രമല്ല, ഇതിൽ നിന്നെല്ലാം നമുക്ക് കൃത്യമായി മനസ്സിലാകുന്നത് ഇസ്ലാം മതം പഠിപ്പിക്കുന്നത് അല്ലെങ്കിൽ ഇസ്ലാമികമായ കാര്യങ്ങൾ ഇസ്ലാം നടപ്പിലാക്കുന്നത് മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രമാണ്. മുസ്ലിങ്ങളോട് മാത്രമാണ് ഇസ്ലാമിൻ്റെ എല്ലാ നിയമങ്ങളും നമുക്ക് അടങ്ങിയിരിക്കും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതല്ലാതെ മറ്റൊരു മതവിഭാഗത്തെയും ഇസ്ലാം നിർബന്ധിച്ചിട്ട് ഇസ്ലാമിലേക്ക് പരിവർത്തിപ്പിക്കുന്നോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ മതേതരത്വത്തിൻ്റെ ഏത് നിർവചനം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിലും ഇസ്ലാം പരിപൂർണമായി പൊരുത്തപ്പെടുന്നു എന്നതിൻ്റെ ഉദാഹരണം ആണ് ഞാൻ പറഞ്ഞത്. മദീന ചാർട്ടർ, അതുപോലെ തന്നെ സമകാലിക ഉദാഹരണങ്ങളായിട്ട് ഇന്തോനേഷ്യ, അതുപോലുള്ള ടുണീഷ്യ, മലേഷ്യ പോലുള്ള രാജ്യങ്ങൾ. അതുപോലെ തന്നെ ജനാധിപത്യപരമായി എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിലും അന്നത്തെ കാലത്ത് ഷൂറ, അതുപോലെ തന്നെ ഇജ്മാ, അത്തരത്തിലുള്ള ഇസ്തിഹ്സാന്, പൊതു താല്പര്യം, അത്തരത്തിലുള്ള പല കാര്യങ്ങളും പരിഗണിച്ച് തന്നെയാണ് ഇസ്ലാമിലുള്ള സകലമാന നിയമങ്ങളും രൂപീകൃതമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇസ്ലാം പൂർണ്ണമായും ജനാധിപത്യത്തെയും മതേതരത്വത്തെയും പൊരുത്തപ്പെടുന്നുണ്ട് എന്നത് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സെക്കുലറിസം മതത്തെയും ഭരണത്തെയും വേർതിരിക്കുന്നു, പക്ഷേ മതത്തെ ഇല്ലാതാക്കുന്നില്ല എന്നത് നമുക്ക് പൂർണ്ണമായി കാണുന്നുണ്ട്. ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് മതേതരത്വവും ജനാധിപത്യവും പൂർണ്ണമായും ഇസ്ലാമിക തത്വങ്ങളുമായി പൊരുത്തപ്പെടുന്നുണ്ട്. നമുക്കറിയാം, മതേതരത്വം ഓരോ കാര്യങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിലും സെക്കുലറിസവും മതത്തെ ഭരണത്തിൽ നിന്ന് മാറ്റുന്നത് എന്താണ്, മതത്തിന്റെ ആത്മീയത നഷ്ടപ്പെടേണ്ട എന്ന രീതിയിലേക്കാണ് മതത്തെ ഭരണത്തിൽ നിന്ന് ഇല്ലാതാക്കുന്നത്. മറിച്ച് മതത്തെ ഇല്ലാതാക്കുന്നില്ല, മറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് മറ്റൊരു കാര്യം, വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞു ലാ ഇക്റാഹ ഫിദ്ദീൻ, ഇതിൽ ഒരിക്കലും ബലപ്രയോഗമില്ല. ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടതാണ് നമുക്ക് ഇസ്ലാം വേണ്ട കാര്യങ്ങൾക്ക് എല്ലാവർക്കും ജീവിക്കാം. ഈ രാജ്യത്ത് മതേതരത്വവും ജനാധിപത്യവും കീപ് ചെയ്ത് ജീവിക്കാമെന്നുള്ളതാണ്. ഇനിയിപ്പോൾ ജനാധിപത്യത്തിന് നമുക്ക് മറ്റു ഒരു ആയത്ത് കാണാം, സൂറത്ത് ആലി ഇമ്രാനിൽ പറയുന്നു വൽതകും മിൻകും ഉമ്മത്തുൻ യദ്ഊന ഇലൽ ഖൈരി വയഅ്മുറൂന ബിൽ മഅറൂഫി വയൻഹൗന അനിൽ മുൻകർ. നിങ്ങളൊരു സമൂഹം ഉണ്ടാകട്ടെ, അവർ നന്മയിലേക്ക് വിളിക്കുകയും നല്ലതിനെ നിർദ്ദേശിക്കുകയും തെറ്റിനെ നിരോധിക്കുകയും ചെയ്യട്ടെ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. മറിച്ച് ഏതൊക്കെ വിഭാഗമാണോ എന്ന് പറഞ്ഞില്ല, നിങ്ങളൊരു സമൂഹം ഉണ്ടാവട്ടെ എന്നുമാണ് വിശുദ്ധ ഖുർആനിൽ ഉണർത്തുന്നത്. ഇസ്ലാം പൂർണ്ണമായും ദിവ്യ നിയമമാണെങ്കിലും അതിന്റെ ആകൃതിയിൽ ജനാധിപത്യത്തെയും മതേതരത്വത്തെയും പൊരുത്തപ്പെട്ടു പോകുന്നു എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. നമ്മുടെ ഭരണഘടനയിൽ റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ, എല്ലാ മതസ്ഥർക്കും ജീവിക്കാനുള്ള ഫ്രീഡം തരുന്നുണ്ട്. നമ്മൾ മുസ്ലിംസ് ആണ്, നാം അഭിമാനിക്കുന്നു. നാം ഒരു മുസ്ലിം ആയിട്ട് പോലും ഈ ജനാധിപത്യ രാജ്യത്ത് നമ്മുടെ അവകാശങ്ങൾക്ക് നമുക്ക് ഈ ജാബ് ധരിക്കാൻ കഴിയുന്നു, നമ്മുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ കഴിയുന്നു, നിസ്കരിക്കാൻ കഴിയുന്നു. നമ്മുടെ രാജ്യത്തിന്റെ പ്രധാന ഘടകങ്ങളിൽപ്പെട്ട മറ്റൊന്നാണ് കോടതികൾ പോലും ഒരു നിയമം വരുമ്പോൾ പോലും ഇസ്ലാമിക നിയമങ്ങളും കൂടി ചെക്ക് ചെയ്തിട്ടാണ് നിയമങ്ങളും വിധികളും വരുന്നത് എന്ന് ഓർമ്മപ്പെടുത്തുന്നതാണ്. പൂർണ്ണമായും ഈ നമുക്ക് മതേതരത്വത്തോടും ജനാധിപത്യത്തോടും പൊരുത്തപ്പെട്ടു പോകാൻ കഴിയുമെന്നതാണ് ഇന്ന് നമുക്ക് ചർച്ചയിലൂടെ മനസ്സിലാകുന്നത്. ഖുർആന്, ഹദീസ് ഇവ രണ്ടിലും നമുക്ക് വ്യക്തമാക്കാൻ ഇവ രണ്ടിൽ നിന്ന് നമുക്ക് വ്യക്തമാവുന്നത് മതേതരത്വവും ജനാധിപത്യവും പൂർണ്ണമായും ഇസ്ലാമികമായി മൂല്യങ്ങളുമായിട്ട് പൊരുത്തപ്പെടുന്നുണ്ടെന്ന് തന്നെയാണ്. അതുപോലെ തന്നെയാണ് ഇസ്ലാമിക ചരിത്രവും മറ്റും നോക്കിയാലും നമുക്ക് കാണാൻ സാധിക്കുന്നത്. ജനാധിപത്യത്തിലേക്ക് കടക്കുകയാണെങ്കിൽ ശൂറ സംവിധാനവും ഇതിന് ഉദാഹരണമാണ്. ആധുനിക കാലത്ത് മുസ്ലിം മതേതരത്വം അഥവാ മലേഷ്യയിലും ഇന്തോനേഷ്യയിലും തുടങ്ങി കുറച്ച് രാജ്യങ്ങളിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അവിടെ നോക്കുകയാണെങ്കിലും എല്ലാവർക്കും അവരുടേതായ രീതിയിൽ ജീവിക്കാനുള്ള അനുവാദം ഇസ്ലാം നൽകുന്നുണ്ട്. ലാ ഇക്റാഹ ഫിദ്ദീൻ എന്നുള്ള ഒരു ആയത്ത് തന്നെയാണ് വീണ്ടും ഇവിടെ ഉദ്ധരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അവർക്ക് ഇസ്ലാം മതം ഒരിക്കലും ഒരു വ്യക്തിയെയും ഇസ്ലാമിലേക്ക് നിർബന്ധിപ്പിക്കുന്നില്ല എന്ന് തന്നെയാണ് ഇവിടെ വ്യക്തമാക്കുന്നത്.